പുതിയൊരു അന്തരീക്ഷത്തിലും പുതിയൊരു സാമ്പത്തിക ഇതിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പൊ എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള നമ്മുടെ സാഹചര്യത്തെ അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തെ എങ്ങനെ ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ ബയോഡേറ്റ വിജയിക്കാം എന്നുള്ള അനുഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റാരുമല്ല എന്ന് വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ഞാനും ഈ ബയോഡേറ്റ എന്ന ഈ ബയോഡേറ്റയിലേക്ക് ലൈഫ് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ശ്രീകുമാർ സാറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യത്വത്തിന്റെ ഒരു പ്രതീകമാണ് അദ്ദേഹം. കാരണം ഞാൻ ഇത് വെറുതെ അദ്ദേഹത്തെ എന്റെ മുന്നിലിരുത്തി മോട്ടിവേറ്റ് ചെയ്താനല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് അദ്ദേഹം. എന്താണ് മനുഷ്യത്വം എന്ന് അദ്ദേഹത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം നാളുകളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഒരു സാധാരണക്കാരൻ ചെന്നിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എടുക്കാൻ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രൊഡക്റ്റ് കൊടുത്തുവിടാൻ എന്ത് സാഹചര്യം ഒരുക്കാം എന്നുള്ള ഇതിൽ ഫ്രീ ആയിട്ട് കൊടുത്തുവിടുന്ന, അതല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് മറ്റെന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഏൽപ്പിക്കുന്ന, അതോടൊപ്പം ആയിരക്കണക്കിന് റിസൾട്ട് എടുത്തുകൊണ്ട് സന്തോഷവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീകുമാർ സാറാണ്. ഇന്ന് ഈ ബയോട്ടോറിയം ഞാനും എന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ശ്രീകുമാർ സാറ് ആ വിഷയം നിങ്ങളോട് അവതരിപ്പിക്കും. അപ്പൊ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഗ്രേറ്റ് ലീഡർ ശ്രീകുമാർ സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ശ്രീകുമാർ സാർ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ശ്രീകുമാർ. ഇന്നും എന്റെ വീട് കൊട്ടാരക്കരയാണ്. എനിക്ക് നേരത്തെ ഒരു 10 വർഷത്തോളം എനിക്ക് തടിമില്ലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം തടിമില്ലുള്ള സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അലർജിയായി, പൊടിയുടെ അലർജിയായി. എനിക്ക് മില്ലിനകത്തോട്ട് കയറാനൊക്കാത്ത ഒരു സാഹചര്യം വന്നു. പിന്നെ എനിക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. 18 വർഷത്തോളം മെഡിക്കൽ ഷോപ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോഴും എനിക്ക് വുഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. കാരണം എനിക്ക് തടിമില്ല് കൊടുക്കേണ്ടി വന്നെങ്കിലും എനിക്ക് ആ പ്രൊഫഷനോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒരു വുഡ് ഇൻഡസ്ട്രീസ്, മില്ലില്ലാതെ ബാക്കി മെഷീനറി എല്ലാം വെച്ചൊരു വുഡ് ഇൻഡസ്ട്രീസ് തുടങ്ങി. അത് ഞാനൊരു പ്രത്യേക ക്യാബിനൊക്കെ പണിഞ്ഞ് പിന്നെ എയർ പ്യൂരിഫയർ ഒക്കെ സെറ്റ് ചെയ്ത്, പൊടിയൊക്കെ അടിക്കാതിരിക്കുക എയർ പ്യൂരിഫയർ ഒക്കെ സെറ്റ് ചെയ്ത്, AC ഒക്കെ സെറ്റ് ചെയ്ത്, അങ്ങനെ ആ രീതിയിൽ ആ റൂമിനകത്ത് ഇരിക്കുന്നത്. വെളിയിലോട്ട് ഇറങ്ങിയ തുമ്മല. പക്ഷേ ഈ ബിസിനസ് എനിക്ക് വിടാനൊട്ട് മനസ്സുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ ഈ പ്രോഡക്റ്റുമായിട്ട് ഒരാൾ വന്നു. ബിനു നാസർ എന്ന് പറയുന്ന 2 പേര് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അവര് നേരത്തെ ഈ വെൽനസ് പ്രോഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി അടുത്തതും കൊണ്ട് ഇറങ്ങി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞാൻ അവരുമായിട്ട് സംസാരിക്കാൻ പോലും നിന്നില്ല. കാരണം ഞാൻ വേറൊരു യാത്ര പോകാനായിട്ട് നിന്നപ്പോഴാണ് അവർ വന്നത്. അവര് വീണ്ടും ഒരു ദിവസം വീട്ടിൽ വന്നു. അന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. വീണ്ടും 3ാമതും അവർ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ എന്നെ ഒരു തരത്തിലും വിടത്തില്ല. അങ്ങനെ 3ാമത് പ്രാവശ്യം എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ കമ്പനിയിൽ 6 മണി കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ 6 മണി കഴിഞ്ഞ് വന്ന് ഒരു 2 മണിക്കൂർ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരികയല്ല, സ്ട്രോക്ക് വരികയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നോ അറിയാത്തതുകൊണ്ട് ഞാൻ വീണ്ടും മടിച്ചു. അങ്ങനെ എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, ബിസിനസിന്റെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോട്ടലൊക്കെ നടത്തിയതാ. അങ്ങനെ അണ്ണൻ 38 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അങ്ങനെ അണ്ണൻ എൻ്റെ അടുത്ത് എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നോളൊരു സംഭവമാണ്, അവര് എന്നെ വിടുന്നില്ല. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടും, ഇനി മേല ഇയാളുടെ അടുത്ത് വരാത്ത പരിവാക്കി വിടാമെന്നും പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്. അവിടെ ചെന്ന് അവർ ഡെമോയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു, ഇതിനകത്ത് എന്തോ ചെറിയ കാര്യമുണ്ട്, നമ്മൾ എത്രയോ പൈസ കളയുന്നു, നമുക്ക് 2 പേര് കൂടെ ചേർന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കാം, അല്ലേ പോട്ടെ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ 2 പേരുടെ ഒരു പ്രോഡക്റ്റ് മേടിച്ചു. അങ്ങനെ പ്രോഡക്റ്റ് അന്ന് കിട്ടാൻ ഭയങ്കര പാടാ. അങ്ങനെ അവര് അണ്ണൻ ഗൾഫിൽ പോകുന്നതിന്റെ തലേന്ന് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു. അത് അണ്ണൻ ഉപയോഗിച്ചു. അണ്ണൻ അതങ്ങ് ഗൾഫിൽ കൊണ്ടുപോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല, ഇത് ഉഗ്രം സംഭവമാണ്, ഇയാൾ എത്രയും പെട്ടെന്ന് ഒരെണ്ണം മേടിച്ച് എൻ്റെ വൈഫിനോട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് പിന്നെ എനിക്ക് കിട്ടിയില്ല അന്നേരം. അങ്ങനെ ഞാൻ ഈ കൊണ്ടു തന്ന ആളെ വിളിച്ച് പറഞ്ഞിട്ടേ ഇത് പിന്നെ ഇങ്ങനെ പ്രോഡക്റ്റിന് ഗുണമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. അത് അവർക്കും അറിഞ്ഞൂടാ ഇതിന് ഇത്ര റിസൾട്ട് എന്തൊന്നും ഉണ്ടെന്ന് ഈ കൊണ്ടു തന്നവർക്കും അറിയത്തില്ല. അങ്ങനെ ഞാൻ
എനിക്ക് തന്നു. ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ട് എൻ്റെ ബെഡിൽ വിരിക്കുമ്പം എൻ്റെ വൈഫ് അത് ഞാൻ എത്തി നോക്കിയിട്ട് തിരിഞ്ഞങ്ങ് പോയി. കാരണം എന്നെ ആരോ പറ്റിച്ചു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വൈഫ് അത് അങ്ങ് പോയി. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റിക്ക് കുഴിനരമ്പ് വലിഞ്ഞു വരികയല്ല, ഒരു 10 ചെവിട് നടക്കുന്നത് വരെ എൻ്റെ ഉപ്പൂറ്റി വലിഞ്ഞു വരികയാണ്. ഉപ്പൂറ്റിക്ക് ഒരു വേദനയാണ്. ഇതൊരു 3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് അതങ്ങ് മാറി. പക്ഷെ ഇതുകൊണ്ടാണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞു, ഒരു 7 ദിവസം ആയപ്പോൾ എനിക്ക് 15 വർഷമായിട്ട് അലർജിയാണ്. വെളുപ്പിലെ ഒരു 4:30-5 മണിയാകുമ്പോൾ ഞാൻ തുമ്മല് തുടങ്ങിയ ആ തുമ്മലും ഈ തൊണ്ട ചീറ്റലും അങ്ങനെയുള്ള ഒരു സൗണ്ട് കേട്ടിട്ടാണ് എൻ്റെ വീട്ടിൽ എല്ലാവരും ഉണരുന്നത്. വീട്ടിൽ അലാറം ഒന്നും വെക്കണ്ട, അതുകൊണ്ട് കൃത്യസമയത്ത് എല്ലാവരും ഉണരും എൻ്റെ ഈ തുമ്മല് കേട്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം 7 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ തുമ്മല് നിന്നു. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, എൻ്റെ തുമ്മല് കംപ്ലീറ്റ് നിന്നു. അതിനുശേഷം ഇപ്പൊ 2.25 വർഷമായി എനിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത് കിട്ടിയപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ അണ്ണന്റെ വൈഫിനും എൻ്റെ അമ്മയ്ക്കൂടെ ഒരു സെറ്റ് മേടിച്ച് വീടിന് കൊടുത്തു. എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ ആയിരുന്നു. അമ്മയ്ക്ക് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കാലിന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനേക്കാൾ കഴപ്പ് സ്വല്പം കൂടെ കൂടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സുധീർ സാറിനെ വിളിച്ചു. സുധീർ സാർ പറഞ്ഞു, സാറേ വർഷങ്ങളായിട്ട് ചുരുങ്ങിയിരിക്കുന്ന വെയിൻ, ആ വെയിനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ചെന്നപ്പോൾ ഉള്ള ഒരു ചെറിയ അസ്വസ്ഥത, നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ടോക്സിൻസ് പോകുന്നതനുസരിച്ച് ആ സെല്ലുകളിലോട്ട് ഓക്സിജൻ ലെവൽ ചെല്ലുമ്പോൾ അത് കറക്റ്റ് ആവും. ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ കാലിന്റെ കഴപ്പൊക്കെ മാറി. ഒരു കാലില് അമ്മയ്ക്ക് ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് വേറെ ചികിത്സയൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. 83 വയസ്സുണ്ട്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഉപയോഗിച്ചു, അണ്ണന്റെ വൈഫിന് ഉപയോഗിച്ചു. ഇവർക്ക് 2 പേർക്ക് ഹൈ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും ഒരു 20 പേർക്ക് ഇത് കൊടുത്തു. 20 പേർക്ക് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് വളരെ നല്ല രീതിയിൽ റിസൾട്ട് ഉള്ള സാധനം. അന്നേരം ഇത് എങ്ങനെയാ ഇത് ആളുകൾ കൊടുക്കാൻ സാധനം ഇല്ല. അന്നേരം ആലപ്പുഴയിൽ നിന്നും തൃശ്ശൂർ നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ വരുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ സാധനം കിട്ടുന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചതിന് എന്താ മാർഗം. അങ്ങനെ പിക്കപ്പ് സെന്റർ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം 1 ലക്ഷം രൂപയുടെ ഒരു പിക്കപ്പ് സെന്റർ എടുത്തു. പിക്കപ്പ് സെന്റർ എടുത്തേക്ക് സാധനം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര ഡിമാൻഡായി. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇങ്ങനെയായ ബിസിനസ് ചെയ്യാൻ ഒക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ ചോദിച്ചവൻ പറഞ്ഞ് ഇതുപോലെ ജില്ലാ ഫ്രാഞ്ചൈസി എടുക്കാൻ 9 ലക്ഷം രൂപയാണ്. ഞാൻ വീട്ടിൽ നേരത്തെ കുറെ ബിസിനസ്സിലൊക്കെ കുറെ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഹോട്ടൽ നടത്തി, ഹോട്ടലിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോസ് വന്നു. ഈ കൊറോണ വന്നതുകൊണ്ടാണ്. കൊറോണയും GST ഒക്കെ വന്നപ്പോഴത്തേക്ക് വലിയ ലോസ് വന്നു. ചെറിയ ഹോട്ടലൊന്നും അല്ലാതെ 10-27 സ്റ്റാഫുള്ള ഹോട്ടലായിരുന്നു. അങ്ങനെ അതിനകത്തൊക്കെ ഒരു ഭയങ്കര നഷ്ടങ്ങൾ വന്നുകൊണ്ട് ഇനി പുതിയൊരു സംരംഭത്തെ ഇറങ്ങിയാൽ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. പ്രത്യേകിച്ച് 9 ലക്ഷം രൂപ മുടക്കെന്ന് പറയും. ഞാൻ വീട്ടിൽ പോലും പറയാതെ ഒരു ദിവസം എൻ്റെ പെങ്ങളുടെ സഹോദരിയുടെ മകൻ കാനഡയ്ക്ക് പോകാനായിട്ട് പോകുന്ന ആ ദിവസം നോക്കി ഞാൻ ബോംബെക്ക് ടിക്കറ്റ് എടുത്തു. എനിക്ക് ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നാസർ സാറിനെ കൂടെ കൂട്ടി ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ ബോംബെ പോയി. അന്ന് ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുക്കുന്നത് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞാൽ അടിനാശമാവും. അങ്ങനെ ഞാൻ ബോംബെ പോയി ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തു. ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ കൈകളിലൂടെ ഏതാണ്ട് 19,000-ഓളം പ്രോഡക്റ്റ് ഇപ്പം എൻ്റെ കൈകളിലൂടെ പോയിട്ടുണ്ട്. അന്നേരം ഞാൻ ഈ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അത് പ്രത്യേകിച്ചും ഞാൻ കൊടുത്തിട്ടുള്ള ആർക്കും നെഗറ്റീവ് വന്നിട്ടില്ല. 1-2 പേർക്കൊക്കെ അത്ര ഗുണമില്ല എന്നൊക്കെ പറയുന്നു. അത് സാർ ജോസ് സാർ തന്നെ പറഞ്ഞു, ഒരു 5% പേർക്കൊക്കെ ഇത് ശരീരത്തിൽ ഇത് പിടിക്കാത്തവരും ഉണ്ടെന്ന് അന്ന് സാർ ജോസ് സാർ പറഞ്ഞു. അങ്ങനെ ചില യാദൃച്ഛ്യമായിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ 90% പേരും നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ഇത് ആളുകളെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ നെഗറ്റീവ് വരാനുള്ള പ്രധാന കാരണം. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ കേരളാവധി പത്രത്തിൽ എന്നെ അവർ വന്ന് ഇന്റർവ്യൂ നടത്തി. പത്രത്തിൽ ഒരു ന്യൂസ് വന്നായിരുന്നു. അതും നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു പ്രോഗ്രാമിന്റെ അന്നാണ് ന്യൂസ് വന്നത്. ന്യൂസ് വന്നതിന് ശേഷം എന്നെ അത് കണ്ടിട്ട് ഒരു 3-4 പേരെന്നെ വിളിച്ചു, ഞങ്ങൾ പ്രോഡക്റ്റ് മേടിച്ച് തട്ടയിൽ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ഇതിന്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരാരും വെള്ളം കുടിക്കുകയോ പിന്നെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് റിസ്റ്റ് ബാൻഡോ കെട്ടിയിട്ടില്ല. അന്നേരം ഇത് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ പ്രത്യേകിച്ച് ലീഡേഴ്സ്, നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഒരു 4 പേരെ ഉള്ളെങ്കിൽ പോലും ആ 4 പേരെ ഇരുത്തി നമുക്ക് അവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ക്ലാസ് കൊടുത്തിട്ട് വേണം ഇത് വേറൊരാളോട് പറയാൻ. ഞാനാണെങ്കിൽ ഈ കൊടുക്കുന്ന ഒരാളോട് ഞാൻ പറയും, നിങ്ങൾക്ക് വ്യക്തമായി പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയാവൂ. ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാനൊരു പോലീസ് ഓഫീസർക്കും വൈഫിനൂടെ കൊടുത്തു.
അവർക്ക് 2 ദിവസം വിളിച്ചപ്പം പറഞ്ഞു അവർക്ക് ഉറക്കമില്ലാതെ വർഷങ്ങളായിട്ട് ഉറങ്ങിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഉറങ്ങി. അന്നേരം വൈഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മെനയാന്ന് ഞാൻ വൈഫിനെ വിളിച്ചവൻ പറഞ്ഞു ഞാനൊരു 3 ദിവസം നല്ലോണം ഉറങ്ങി, പിന്നെ അതിനുശേഷം ഉറങ്ങിയിട്ടില്ല, എനിക്ക് പിന്നെ ഉറക്കം വന്നില്ല. ഞാൻ ചോദിച്ചു വെള്ളം കുടി എങ്ങനെ? ഇല്ല, വെള്ളം ഒന്നും കുടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഞാൻ വന്ന് കൃത്യമായിട്ട് വെള്ളം കുടി, ആ ചേട്ടൻ വെള്ളം കുടിക്കുന്നുണ്ട്, ചേട്ടൻ ഉറക്കമുണ്ട്, ആ വെള്ളവും ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? അങ്ങനെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ 2 ദിവസം ആയതേ ഉള്ളൂ, വെള്ളം കുടിച്ച്. ഇന്നലെ ഞാൻ ഒന്ന് വിളിച്ചു, ഇന്നലെ വിളിച്ചവൻ പറഞ്ഞ് ഉറക്കത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. അന്നേരം ഈ ആളുകൾക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ആളുകൾക്ക് പേടിയാ. രണ്ടാമത് ഇവരോടൊന്ന് വിളിച്ചു ചോദിക്കും, അയ്യോ നെഗറ്റീവ് പറയൂ. ചിലർ അതിന്റെ ഭാഗത്തെ കൂടെ പോലും പോകുന്നില്ല, കൊണ്ട് കൊടുത്തിട്ട് ആ ബന്ധം അന്നേരം നിർത്തുക. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇനി ആരുടെ വീട്ടിൽ പോയാലും ഞാൻ ആദ്യം ബിസിനസ് കൂടെ പറയും. ഞാൻ ബിസിനസ്സും പറഞ്ഞിട്ടേ പോകും. കാരണം എനിക്ക് എപ്പോഴും അവരുടെ അടുത്ത് പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ല. കാരണം ഓരോരുത്തർ നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ ഞാൻ പോകുന്നതാണ്. അതിന് പോകുമ്പോൾ എനിക്കങ്ങനെ എപ്പോഴും അവരുടെ കൂടെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പം അവരുടെ അടുത്ത് ബിസിനസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. വലിയ പൈസയുള്ള പാർട്ടികൾ ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആ ബിസിനസ് കാര്യത്തിൽ. അന്നേരം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ആളുകളെ ഒരു തരത്തിലല്ല നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ തരത്തിലും അവർക്ക് പൈസയ്ക്ക് ആവശ്യമില്ലാത്ത ആരുമില്ല. പിന്നെ മാത്രമല്ല, ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുമ്പോൾ ഈ ഒരു മനസാക്ഷിയുള്ള ഒരു ഈശ്വരാംശമുള്ള എല്ലാവരും ഇത് വേറൊരാളോട് പകർത്താൻ ശ്രമിക്കും. ഒരു ഭാഗം ആൾക്കാർ, എത്രയോ പേര് ഇത് മേടിച്ച് ഹൈ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളോട് പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിത് പൈസ കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല, എനിക്കിപ്പോൾ എൻ്റെ 38-40 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്ക് ഇതിൽ നിന്ന് വരുമാനമായി. പക്ഷെ എനിക്ക് വരുമാനം കിട്ടുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ഇതല്ല ഇത് നമുക്ക് കർമ്മം ചെയ്ത് പുണ്യം നേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുണ്യം കിട്ടാനുള്ള ഒരു കർമ്മമായിട്ടാണ് ഞാൻ ഇതിനെ ഏറ്റെടുത്തത്. അന്നേരം നമുക്ക് പുണ്യം ഉണ്ടായാൽ ഭാഗ്യം ഉണ്ടാവും. അതാണ് ദൈവികമായിട്ടുള്ള ഒരു കാര്യം. അന്നേരം നമ്മൾ ഇതിനെ ആ രീതിയിലാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ റിസൾട്ട്, ആദ്യമായിട്ട് കിട്ടുന്ന എല്ലാവരും പറയുന്ന ഒരു സന്തോഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നല്ല ഉറക്കം കിട്ടി. പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ചിലര് പിന്നെ ഇല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറയും. അവരോട് ചില ആൾക്കാർ, എൻ്റെ കൂടെ വന്ന ഒരാള് ആദ്യം ചെന്നിട്ട് അവർക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടെന്ന് ഒരു പേപ്പറിൽ എഴുതും. അന്നേരം മസിൽ പിടുത്തമുണ്ടോ? മസിൽ പിടുത്തമുണ്ട്. നടുവേദന ഉണ്ടോ? വല്ലപ്പോഴും നടുവേദന ഉണ്ട്. തുമ്മലോ അലർജി? ചിലപ്പോഴൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, കൈകഴപ്പ്, പെരുപ്പ്, ഇങ്ങനെ ഒരു 10-15 ഐറ്റം ഒക്കെ എഴുതി വെച്ചേക്കുന്ന ഓരോരുത്തർ. ഇത് നമ്മൾ തന്നെ നമ്മളെ തന്നെ എടുത്തു നോക്കി നമുക്ക് വല്ലപ്പോൾ ഉണ്ടാവുന്ന ഗ്യാസ്, ഈ കാലിനൊക്കെ മസിൽ പിടുത്തം, അതൊക്കെ എന്ന് പറയുന്ന ഒരു 4 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മസിൽ പിടിക്കുന്ന പ്രശ്നമൊക്കെ മാറുക. ഈ പ്രശ്നം മാറുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് വെള്ളം നല്ല രീതിയിൽ കുടിക്കണം, റിസ്റ്റ് ബാൻഡ് കൈ കെട്ടണം. 90% ഇപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ എത്ര പേരുണ്ട്? ഇപ്പൊ 78 പേരുണ്ട്. ഇപ്പൊ എത്ര പേരുടെ കയ്യിൽ ഈ റിസ്റ്റ് ബാൻഡ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു 25 പേരുടെയെങ്കിലും കയ്യിൽ ഇപ്പോഴും റിസ്റ്റ് ബാൻഡ് കാണില്ല, നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ. ഈ റിസ്റ്റ് ബാൻഡ് വെച്ച് നമ്മൾ ഇതിന്റെ ഡെമോ ഒക്കെ കാണുമ്പോഴാണ് ഈ മൊബൈലിന്റെ റേഡിയേഷന്റെ ഒക്കെ കാര്യം അറിയുന്നത്. അന്നേരം നമ്മൾ ഇതിന്റെ കൃത്യമായിട്ട് നമ്മളെല്ലാ ആൾക്കാരും ഇതിന്റെ ഡെമോ കൃത്യമായിട്ട് പഠിക്കണം. അത് നമുക്ക് ലീഡേഴ്സ് അത് പ്രത്യേകം പഠിപ്പിക്കണം. ഈ ഡെമോ നമുക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരുപക്ഷെ അന്നേരം പൈസ ഇല്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ തട്ടി അത് കിടക്കും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഈ പ്രോഡക്റ്റ് മേടിക്കാൻ എത്തും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്. പിന്നെ നടുവേദന, ഞാനിവിടെ നമ്മുടെ കൊട്ടാരക്കര മുൻ MLA ആയിഷ പൂറ്റിക്ക് കൊടുത്ത് അവർക്ക് 8.5 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്ത് ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നു, ശ്രീകുമാറെ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് നടുവേദന കൂടി, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എനിക്കും വിഷമമായി. ഞാൻ അപ്പോഴേ സുധീർ സാറിനെ വിളിച്ചു. സുധീർ സാറ് സംസാരിച്ചപ്പോൾ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ചില സെല്ലുകൾ വീക്കായി ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ചില ഭാഗങ്ങൾ മരവിച്ചു പോകും. അന്നേരം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്ത് ഒരു വേദന ഉണ്ടാവും. അത് ആരും പേടിക്കണ്ട. അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നുണ്ട്. ആ വേദന ഉണ്ടാവുമ്പോൾ പലരും മാറ്റി വെക്കുന്നു, പേടിച്ച് മാറ്റുന്നു. ഈ കൊണ്ടുതന്നവരെ അറിഞ്ഞൂടാ, കൊണ്ടുതന്നവർ അതിനെക്കുറിച്ച് ഒരു അറിവും കൊടുത്തിട്ടില്ല, അവരുടെ അടുത്ത് മാറ്റുക. പിന്നെ ഇതുപോലെ പറയുന്നവർ പിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും ചെന്ന് പറയുമ്പോഴാണ് അയ്യോ ഞാൻ ചെല്ലുന്നിടത്ത് തന്നെ പലരും അയ്യോ ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങൾ 1 മാസം ഉപയോഗിച്ചു, ഒരു മാറ്റവും ഇല്ല. ചോദിക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല, അവർക്ക് അറിഞ്ഞൂടാ.
അന്നേരം ഇത് നമ്മൾ അങ്ങനെ പിന്നെ MLA എടുത്ത് സുധീർ സാർ സംസാരിച്ചതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സുധീർ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ MLAയുടെ വീട്ടിലൊന്ന് പോകണം, എങ്ങനെ ഉണ്ടെന്ന് അറിയണമെന്ന്. ഞാൻ ഒരു 4 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പം എനിക്ക് MLAക്ക് എല്ലാ ദിവസവും ഗണപതി അമ്പലത്തിനോട് അടുത്താ താമസിക്കുന്നത്. എല്ലാ ദിവസവും ഗണപതി അമ്പലത്തിൽ നിന്ന് ഒരു പൊതി ഉണ്ണിയപ്പം കൊണ്ടുവരും. അവര് സന്തോഷം കാണണമായിരുന്നു. എൻ്റെ അടുത്ത് ആ ഉണ്ണിയപ്പം മൊത്തം എടുത്ത് എനിക്ക് തന്ന് എനിക്ക് ചായ ഇട്ട് തന്ന് ചായ തന്നിട്ട് അവർ വിട്ടോളൂ. അവര് സന്തോഷം കാണണം. അതുപോലെ എല്ലാ വർഷവും അവര് ഈ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന ഇപ്രാവശ്യം അവർ പോയില്ല. അവർക്ക് അത്രയും വ്യത്യാസം ഉണ്ടായി. അതുപോലെ വേറൊരു ടീച്ചർക്ക് അവര് ഈ കസേര 5 മിനിറ്റ് ഇരിക്കാൻ നോക്കിയാൽ ഈ നടുവിന് പെരുപ്പും അരപ്പും ഒക്കെ. ഞാൻ അവിടെ ചെന്ന അവര് മരുമോള് അഡ്വക്കറ്റാ, മരുമോളും അവര് അനിയന്റെ മോൻ ഡോക്ടറെ വിളിച്ചു വരുത്തി, അനിയത്തിയുടെ 2 ചേട്ടത്തിമാര് ഡോക്ടറെ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞ് അതൊക്കെ ചുമ്മാതാന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തിയുടെ മോനെ വിളിച്ചു വരുത്തി, ഡോക്ടറെ വിളിച്ചു വരുത്തി, ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ച് ഇവര് ഭയങ്കര നെഗറ്റീവ്. അവസാനം ഞാൻ ഞാനൊരു ടെലിഫോൺ ജോലിയുള്ള എൻ്റെ ഒരു സുഹൃത്തൂടാ പോയത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ പിള്ളേരുടെയൊക്കെ കൊച്ചുനാൾ എൻ്റെ കടയിൽ നിന്നാണ് ഇവരെല്ലാം വന്ന് മരുന്ന് മേടിക്കും. അവർക്ക് എന്നെ അറിയാം. അങ്ങനെ അതിന്റെ ആള് പറഞ്ഞു, എന്തായാലും ശ്രീകുമാർ കളിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്തായാലും ശ്രീകുമാർ ഒരെണ്ണം തരാൻ പറഞ്ഞു. അവസാനം മേടിച്ചപ്പോ ഈ ഡോക്ടർ പറഞ്ഞ്, ചിറ്റപ്പൻ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും വല്യച്ഛൻ ഇത് മേടിക്കുവാന്നു എന്ന് പറഞ്ഞ്, ഞാൻ ഇതുവരെ വന്ന് ഇത്രയും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ, മേടിച്ചു. ഉപയോഗിച്ചൊരു 3 ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞ് നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ്. ഇപ്രാവശ്യം ഞാൻ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്നപ്പം ഇരുന്ന് ഒരു 3/4 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചപ്പോ അവര് പറയുന്നത്, എനിക്ക് 5 മിനിറ്റ് എൻ്റെ കസേരയിൽ ഇരിക്കാൻ നോക്കിയല്ലോ. ഇപ്രാവശ്യം അവര് പളനിയിൽ പോയി 1008 പടി കയറിയിട്ട് വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എൻ്റെ അനുഭവം. ഇങ്ങനെ ഓരോ അനുഭവങ്ങള് കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ എനിക്ക് ഇതിനകത്തോട്ട് സന്തോഷം. അന്നേരം എത്ര പേരിൽ ഇത് എത്തിക്കാം. പിന്നെ അതുപോലെ സോറിയാസിസ് വന്ന് 20 വർഷം കൊണ്ട് സോറിയാസിസ് വന്ന ഒരാള് നെടുമങ്ങാടുള്ളതാണ്. അദ്ദേഹം എപ്പോഴും ഈ ഫുൾക്കായി നൂത്തിട്ടിട്ട് കൊച്ചുമക്കളെടുത്ത് പോലും അദ്ദേഹം പോകത്തില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഇതാണ്, മക്കളൊക്കെ ചെല്ലുമ്പോ ഈ കൈ മൊത്തം സോറിയാസിസ് ഉണ്ട്. ഈ അടുത്ത സമയത്ത് ഞാനും അദ്ദേഹവും കൂടാണ് അദ്ദേഹത്തിന്റെ അവരുടെ വീട്ടിൽ പോയ മോക്കളുടെ വീട്ടിൽ. അദ്ദേഹം ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം കൈയൊക്കെ മടക്കി വെച്ച് ഇപ്പൊ കയ്യിലൊരു കറുത്ത പാട് മാതിരിയേ ഉള്ളൂ. അന്നേരം അത്രയും റിസൾട്ട് കിട്ടിയ ഒരാളുണ്ട്. പിന്നെ അതുപോലെ പാർക്കിൻസൺസ് മാറിയത്, പിന്നെ ആമവാദത്തിനൊക്കെ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അൾസർ, പിന്നെ വെരിക്കോസ് എനിക്ക് ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻഹേലർ ഉപയോഗിക്കുന്നവർ ഇൻഹേലർ മാറ്റിയവരുണ്ട്. ഫുഡ് അലർജി, അതായത് ബീഫ് കഴിക്കാൻ പറ്റാത്ത ആള് ബീഫ്, അങ്ങനെയുള്ള ഒരുപാട് റിസൾട്ടുകളുണ്ട്. പിന്നെ കൈയഴപ്പ്, പെരുപ്പ്, തരിപ്പ്, നീർക്കെട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം വലിയുന്ന മാതിരി നീർക്കെട്ട് പോകും. പക്ഷേ നമ്മള് കൃത്യമായി 3 ലിറ്റർ മിനിമം 3 ലിറ്റർ വെള്ളം, അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കണം. പിന്നെ അത് മസ്റ്റാണ്, വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത്. രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടക്കുക, രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക. അത് പരമാവധി ഇരുന്ന് വെള്ളം കുടിക്കുക. നമ്മൾ നിന്ന് വെള്ളം കുടിക്കാതെ രാവിലെയൊക്കെ ഇച്ചിരി നേരം ഇരുന്ന് സിപ്പ് ചെയ്ത് കുറേശ്ശെ വെള്ളം കുടിക്കാമെങ്കിൽ ഇതിന്റെ റിസൾട്ട് അത്ഭുതമാണ്. പിന്നെ ഞാനിപ്പോ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഞാനിപ്പോ ഒരിടത്ത് ചെല്ലുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ രീതി ഞാനൊന്ന് പറയാം. ഇത് നമ്മുടെ പാദം മുതൽ മുടി വരെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കുന്നു. ഒന്നാമത്തെ പ്രവർത്തനം അതാണ്. രണ്ടാമത്തെ പ്രവർത്തനം, നമ്മുടെ നാഡീനരമ്പിലും രക്തക്കുഴലിലെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ പുറത്തു കളയുന്നു. ഈ ടോക്സിൻസിനെ എങ്ങനെ പുറത്തു കളയുന്നതെന്ന് ആള് ചോദിച്ചാൽ, നമ്മള് എല്ലാവരും ഇന്ന് കുടിക്കുന്നത് 90% മലയാളികൾ കുടിക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓക്സിജനും മിനറൽസും എല്ലാം നഷ്ടപ്പെട്ടു. നമ്മൾ കുടിക്കുന്നത് ഡെഡ് വാട്ടറാണ്, ചത്ത വെള്ളമാണ് കുടിക്കുന്നത്. നമ്മൾ 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ ഒരു 200 മില്ലി കൂടുതൽ നമ്മുടെ സെല്ലുകൾ അതിനെ അബ്സോർവ് ചെയ്യണം. നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന് 20 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ശരാശരി 1 ലിറ്റർ വെള്ളമെങ്കിലും ശരീരത്തിൽ ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ സെല്ലുകൾ 20 ലിറ്റർ വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യാനുള്ള ജലാംശം ബോഡിയിൽ ഉണ്ടാകും. അത്രയും ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അന്നേരം നമ്മൾ കൃത്യമായിട്ട്, ഇപ്പൊ നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നതെന്ന് വെച്ചോ, പച്ചവെള്ളം കുടിച്ചാൽ പോലും നമ്മൾ
1 ലിറ്റർ വെള്ളം കുടിച്ചാൽ ഒരു 1/2 ലിറ്ററിൽ കൂടുതൽ നമ്മുടെ വെള്ളം അത് അബ്സോർവ് ചെയ്യല. കാരണം ഓരോ ഭാഗത്തെയും വെള്ളത്തിന് ഓരോ ഡെൻസിറ്റിയാണ്. എന്നിട്ട് ഈ വെള്ളം മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആവുമ്പോൾ ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് നല്ല സെല്ലുകൾ പൂർണ്ണമായിട്ട് അതിനെ അബ്സോർവ് ചെയ്ത് നമ്മുടെ നാഡീനരമ്പിൽ രക്തക്കൊള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ യൂറിനിലൂടെയും മോഷനിലൂടെയും വിയർപ്പിലൂടെയും പുറത്ത് കളയുക. അന്നേരം ടോക്സിൻസ് റിമൂവ് ആവുന്ന അനുസരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ടും ലിവറിലോട്ടും ലങ്സിലോട്ടും ബ്രെയിനിലോട്ടും ഒക്കെ കൃത്യമായി ഓക്സിജൻ ലെവൽ എത്തുക. അന്നേരം ബ്ലഡ് സർക്കുലേഷനും കറക്റ്റായി ഓക്സിജൻ ലെവലും കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ സെല്ലുകൾ ആക്റ്റീവ് ആവൂ, നമ്മുടെ അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കൂ. ഇതാണ് ഇതിനകത്തുള്ള സയൻസ്. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ പല വീടുകളിലും ചെല്ലുമ്പം കുപ്പി ഈ വാട്ടർ ഏഞ്ച് പാടൊക്കെ ഇളക്കി വെച്ചേക്കും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ കുപ്പി അങ്ങ് ഊരി മാറ്റി വെക്കുക. കാരണം ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് മനസ്സിലാവത്തില്ല. ആദ്യം അവർ തലക്കെല്ലാം കേൾക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് തീരുമ്പം വീണ്ടും 15 മിനിറ്റ് കെട്ടിയിട്ട് വീണ്ടും അഴിച്ചു വെക്കുക. എന്നിട്ട് അതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അവർ ഉപയോഗിക്കുന്ന രീതി കുറവില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് വരൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ആളുകൾക്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ കാണാനായിട്ട് പോയി. അന്നേരം അവിടെ ചെന്നപ്പോൾ അവിടെ ആളില്ല. ഞാൻ തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ സ്ട്രോക്ക് വന്ന ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പരിചയപ്പെട്ടു, എന്നെ അറിയുന്നതാണ്. പക്ഷെ ഈ കാര്യം പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ രീതി അങ്ങ് മാറി. രീതി മാറിയിട്ട് ഇല്ലല്ല നിങ്ങളെ ഞാൻ ഇത് ഈ സാധനമാണെങ്കിൽ ഇത് നിങ്ങൾ പറയും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞ് പുള്ളിയുടെ ട്യൂൺ അങ്ങ് മാറി. ഒരാൾ കൊണ്ടു കൊടുത്തു. അവസാനം ഇദ്ദേഹം ഒന്നും പറയാൻ പോലും കേൾക്കുന്നില്ല. അദ്ദേഹം വെള്ളം കുടിക്കുന്നു എന്ന് വെച്ചാൽ മോളൊന്നുമില്ല, വെള്ളം കുടിക്കുന്ന സാധനം ഒന്നും തന്നില്ലെന്ന് അവര് പറയാം. ഈ രീതിയിലാണ് ചില ആൾക്കാർ ഇതിൽ നിന്ന് സാധനം എടുത്ത് മാറ്റി എന്തെങ്കിലും സാധനം എടുത്ത് മാറ്റിയിട്ട് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത്. അപ്പൊ 2 റിസ്റ്റുകാരുണ്ടെങ്കിൽ ഒരെണ്ണം അവരങ്ങ് എടുക്കും. അങ്ങനെയുള്ള ആൾക്കാർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് 100% സത്യസന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ്. അങ്ങനെയുള്ളവർ മാത്രമേ ഇത് വിജയിക്കൂ. ഇത് വളരെ ഈശ്വരന്റെ കയ്യൊപ്പം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കണ്ട. നമ്മളിപ്പോ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ല. അന്നേരം ഇത് അത്രയും സത്യസന്ധമായി ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഇതിനകത്തുള്ള ലീഡേഴ്സ് അത് കൃത്യമായി ചെയ്യുന്നവർ മാത്രമേ ഇതിനകത്ത് വിജയിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ നോക്കിയോ, ഇപ്പൊ എത്ര ഞാൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ട് ഇപ്പം കൊല്ലം ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി എടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരു 80% പേര് ഇപ്പം കാണാനില്ല എന്നുള്ളത്. അന്നേരം അതിന്റെ കാരണം അവര് അത് സത്യസന്ധമായിട്ടല്ല ചെയ്യുന്നത് സത്യസന്ധം അല്ലെന്നുള്ളത് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുകയാണ്, പത്രത്തിൽ വന്ന ന്യൂസാണ്, 10 വർഷത്തിനകം 50 കോടി ജനങ്ങൾക്ക് പ്രമേഹവും ഹാർട്ടിനും പ്രശ്നം വരുമെന്നാണ് ഈ വാക്സിന്റെ സൈഡ് എഫക്റ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ തന്നെ ഇപ്പൊ നമ്മുടെ വീടുകളിൽ എത്ര പേര് ഉപയോഗിക്കുന്നു, നമുക്ക് മക്കൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ വിലയിരുത്തണം. എല്ലാവരും നമ്മൾ പറയും, മക്കൾ പറയും അതൊന്നും ഇപ്പൊ നമുക്ക് വേണ്ട, അങ്ങനെ ആരും ധരിക്കരുത്. എത്രയും പെട്ടെന്ന് നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് എത്തിക്കാനുള്ള, ആരും ഇതിനെ മടിച്ചു നിൽക്കരുത്. ഇത് ഒരു നാഴിക്കും നമ്മളിപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഒരു 6-7 പേരെങ്കിലും ഇപ്പൊ അടുത്ത് ചെറുപ്പക്കാര് ഹാർട്ട് അറ്റാക്ക് ആയിട്ടും കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരിടത്ത് ചെന്ന് ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മോൻ ഈ അടുത്ത സമയത്ത് 38 വയസ്സേ ഉള്ളൂ, കുഴഞ്ഞു വീണ് മരിച്ചു. അന്നേരം അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മോന്റെ അടുത്ത് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം അദ്ദേഹം 2 ദിവസം കൊണ്ട് കഴിയട്ടെ പൈസ അറേഞ്ച് ചെയ്തിട്ട് വിളിക്കാന്ന് പറഞ്ഞേക്കുക. അദ്ദേഹത്തിന്റെ മോന്റെ കാര്യം ഞാൻ മോനോട് ഈ വിവരം പറഞ്ഞതാ. ഇത് അത്രയും നല്ല പ്രോഡക്റ്റാ. പിന്നെ നമ്മൾ ആദ്യം അങ്ങോട്ട് ചെന്ന് ഒരു പ്രാവശ്യം പറയുമ്പോഴൊന്നും ഇത് ആരും ഈ പ്രോഡക്റ്റ് എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. ഇത് 3-4 പ്രാവശ്യം ഇവരെ ഫോളോ അപ്പ് ചെയ്ത് ഞാൻ തന്നെ ഞാൻ 18 വർഷം മെഡിക്കൽ ഷോപ്പൊക്കെ നടത്തിയ എൻ്റെ അടുത്ത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എടുത്തത്. അന്നേരം നമ്മൾ ഈ 4 പ്രാവശ്യം എന്നെ കാണാനുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് പിരിയാൻ. ചില ആൾക്കാർ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ട് അവർ പേടിച്ചില്ലേ ശപിച്ചിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. അങ്ങോട്ട് പേടിച്ചിട്ടില്ല, നിങ്ങൾക്ക് യോഗമില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ടു അങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ സന്തോഷമായിട്ട്, അവർക്ക് അറിയത്തില്ല, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. പ്രത്യേകിച്ച് ഇതൊരു പുതിയ അറിവാണ്. ഞാൻ കൊല്ലത്തുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ഡോക്ടർ, എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും ഇതാണ്, ഞാനൊരു ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയി. ഈ കാണാൻ പോയ കാര്യം വേറൊരു ആവശ്യമായിട്ട് പോയത്, എൻ്റെ മോൻ ആർക്കിടെക്റ്റാ.
അന്നേരം ഡോക്ടർ വീട്ടിലൊരു വർക്കിന്റെ കാര്യം പറഞ്ഞു. അന്നേരം ഞാൻ അവിടെ ഒന്ന് പോയപ്പം ഡോക്ടറെ അടുത്ത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീകുമാറെ 2 എണ്ണം ഇങ്ങ് തരാം. വൈഫ് ഗൈനക്കോളജിസ്റ്റാ, അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ന്യൂറോളജിസ്റ്റാ. അദ്ദേഹം പറഞ്ഞ് 2 എണ്ണം ഇങ്ങ് തരാം. 5 ദിവസം കഴിഞ്ഞപ്പം എന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ശ്രീകുമാറെ വൈഫിന്റെ പിന്നെ ഷോൾഡർ പെയിന് കുറവുണ്ട്, ഉറക്കക്കുറവുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഡോക്ടറെ ഇപ്പം കാണണം, മറ്റേ ഒരുമാതിരി അവശതയായി പോയായിരുന്നു ഈ വൈഫ്. ഇപ്പം നല്ല പയറുമായി നടക്കുക. ഭയങ്കര സന്തോഷം, നമ്മളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അന്നേരം അതുപോലെ എൻ്റെ അച്ഛന് 92 വയസ്സുണ്ട്. അച്ഛൻ ഇപ്പോഴും അച്ഛൻ കൃഷി ചെയ്യുകയും ചീനിക്കുകയും അങ്ങനെ ഇവിടെ കുറച്ച് കശുമാവുണ്ട്, പറങ്ങേറ്റ് പറിക്കുകയൊക്കെ ചെയ്യും. അച്ഛൻ അടുത്ത സമയത്ത് അച്ഛന് ഒരു നല്ല ക്ഷീണമായി. ഞാൻ നമ്മുടെ ബെറി ജ്യൂസ് കൊടുത്തു അച്ഛനും അമ്മയ്ക്കും കൊടുത്ത. അമ്മയ്ക്ക് 83 വയസ്സുണ്ട്, അച്ഛനും അമ്മയ്ക്കും കൂടെ കൊടുത്ത. പക്ഷെ അമ്മ ഈ ബോട്ടിലുടെ വില കണ്ടപ്പോൾ 3000 ഇഷ്ടം രൂപ ഉണ്ട്. അതിനുശേഷം അമ്മ കഴിക്കുകയില്ല. അമ്മ പറഞ്ഞ് ഇത്രയും വിലയുള്ള സാധനമൊന്നും വേണ്ടെന്ന്. പക്ഷെ അച്ഛൻ കഴിച്ചു. അച്ഛൻ ഇപ്പം വീണ്ടും നല്ല ഉഷാറായി. അതുപോലെ നമ്മുടെ അൾട്രാബെറി ജ്യൂസ് എന്ന് പറഞ്ഞ കിടിലൻ സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും മേടിച്ച് അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പം നിങ്ങൾക്ക് ഈ പുതിയ പ്രോഡക്റ്റുകൾ നമ്മുടെ ആൾക്കാർ ഒരുപാട് പേര് പുതിയ പ്രോഡക്റ്റുകൾ കണ്ടിട്ടില്ല. നമുക്ക് ഇതിന്റെ ഒരുപാട് ഇപ്പം മാഗ്നറ്റിക് പിന്നെ ഇത് കസേരയിലിടുന്ന കുഷ്യൻ, നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞു, കസേരയിലിടുന്ന കുഷ്യൻ. ഞാനൊന്ന് ഒരു ജസ്റ്റ് ആയിട്ട് ഞാനൊരു ഈ പ്രോഡക്റ്റുകളൊക്കെ കണ്ടിട്ടില്ലാത്ത പ്രോഡക്റ്റുകളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾ. എല്ലാവർക്കും അറിയുന്നതാണ്. ഇതാണ് 6 അടി നീളം 3 അടി വീതിയുള്ള ബെഡ്. ഇതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിന്റെ പില്ലോ പാടാണ്. ഇത് കൃത്യമായിട്ട് ബെഡിന്റെ മുകളിൽ ഇത് വിരിക്കുക, അതിന്റെ മുകളിൽ കോട്ടൺ ഷീറ്റ് ഇടുക. ഇത് തലയണ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തലയണ ഉപയോഗിക്കുക. തലയണയ്ക്ക് അകത്ത് വെച്ചിട്ട്, ഞാനിപ്പോ ഈ അടുത്ത സമയത്ത് ചെന്നപ്പോ അവര് സ്ഥിരമായിട്ട് തലവണ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഈ ബെഡ് തലവണ തിരിച്ചിട്ടേക്കുക, ഈ പാട് അടുക്കി കിടക്കുക. പിന്നെ ചിലടത്ത് ചെല്ലുമ്പം പിന്നെ ഈ പില്ലോ പാട് ഭർത്താവ് ഉപയോഗിക്കുന്നു, ബെഡ് ഭാര്യ ഉപയോഗിക്കുന്നു. അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇത് ഉപയോഗിക്കുന്ന ഒരാള്, ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് കൊടുത്തു, ഒരു പോലീസാണ്, അദ്ദേഹത്തിന് ഉറക്കമില്ല. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പം പറഞ്ഞു, ആദ്യം ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞ ഇച്ചിരി കഴിയട്ടെ പറയാമെന്ന് പറഞ്ഞു. ഇപ്പം അദ്ദേഹം വിളിച്ചപ്പോൾ പറയാ, എന്റെ ഭാര്യയ്ക്ക് വലിയ വ്യത്യാസം, ഒരു ബെഡേ മേടിച്ചോളൂ, എന്റെ ഭാര്യയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ഭാര്യയ്ക്ക് ആസ്മ അലർജിയൊക്കെ ഉണ്ട്, അതിന് വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് വ്യത്യാസമായി. അത് ഒരു ബെഡാ മേടിച്ചത്. ഇപ്പൊ ഭാര്യ ഒന്ന് ഉപയോഗിക്കുന്നു, ഭർത്താവ് ഒന്ന് ഉപയോഗിക്കുന്നു. അന്നേരം അങ്ങനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇതൊരു പ്രോഡക്റ്റ് മേടിച്ച് അതിന്റെ കൃത്യമായിട്ട് ഒരാൾ തന്നെ ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കൃത്യമായി ഇത് ഫോളോ അപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടൂ. പിന്നെ റിസ്റ്റ് ബാൻഡ് ഇതുപോലെ എപ്പോഴും കൈ കെട്ടണം. പിന്നെ അതുപോലുള്ള പുതിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് മുട്ടിന് കെട്ടുന്ന, മുട്ടുവേദന കെട്ടുന്ന ഒരു പ്രത്യേകം പ്രോഡക്റ്റ് ആണ്. മുട്ടിന് കെട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്, വെരിക്കോസിന് കെട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്, പ്രത്യേകമായിട്ട് വെരിക്കോസിന് കെട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ ഇത് ചെരുപ്പ്, ഇതാണ് ചെരുപ്പ്. ഈ ചെരുപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു സൈസേ ഉള്ളു, ആർക്ക് വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ റാപ്പ് ചെയ്ത് ഒട്ടിക്കാവുന്ന ടൈപ്പുള്ള ചെരുപ്പാണ്. ഇത് ഉപ്പൂറ്റ് വേദനക്കാർക്കൊക്കെ വളരെ നല്ലത്. പെരക്കകത്ത് ഇടാനേ ഉള്ളൂ, വെളിയിലൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതല്ല. പെരക്കകത്ത് ഇടാൻ വേണ്ടിയുള്ള ചെരുപ്പ്, ഇതൊക്കെ ഭയങ്കര റിസൾട്ടായി സാധനം. ഇത് രാത്രി ഇട്ടുകൊണ്ട് വരെ കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ തുടക്കൊക്കെ അരപ്പോ പെരുപ്പോ ഒക്കെ ഉള്ളവർക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐപാഡ്. ഈ ഐപാഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് സാധനമാണ്. ഇതിങ്ങനെ കണ്ണിൽ കെട്ടിവെച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ കിടന്നാൽ രാവിലെ, ഞാൻ നമ്മുടെ ഡോക്ടർ ആയുസാറിന്റെ ഭാര്യ എന്നോട് പറഞ്ഞ്, സത്യം പറയാൻ ഞാൻ ഇതുവരെ ഉപയോഗിച്ചു തുടങ്ങിയില്ല. ഇത് രാവിലെയൊക്കെ ആകുമ്പോൾ ഈ കണ്ണിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പഴുപ്പുമായിട്ട് വരുമെന്ന്. അതായത് കണ്ണിനകത്ത് ആ ചെറിയ വെയിലിലോട്ടുള്ള ആ അഴുക്കുകളെല്ലാം മാറി ആ ഭാഗത്തെല്ലാം രക്തോട്ടം പ്രത്യേകത്തിൽ ആ കണ്ണിന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഭയങ്കര അത്ഭുത റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കണ്ണിന് കെട്ടുന്നത്. അതുപോലെ ഹെൽമെറ്റ്, ഈ തൊപ്പി, നമ്മൾ ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ തൊപ്പിയുണ്ട്. ഈ തൊപ്പി തലയിൽ വെച്ചിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിരുന്നാൽ എപ്പോഴും ബ്രെയിനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. ഈ ലോങ് യാത്ര ചെയ്യുന്നവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് തൊപ്പി. പിന്നെ അതുപോലെ തന്നെ കൂർക്കം വലിക്കുള്ള ഒരു പ്രത്യേക സ്നോറിംഗ് പാടെന്ന് പറഞ്ഞ് കൂർക്കം വലിക്ക് ഇങ്ങനെ തലയിലോട്ട് ഇങ്ങനെ കെട്ടുന്ന ഒരു ഇതുണ്ട്. പിന്നെ മൈഗ്രെയിന് പ്രത്യേകം അതിൻ്റെ കൂടെ, ഇതൊക്കെ ഒരു കോംബോ പാക്കായിട്ട് വരുന്നതാണ് മൈഗ്രെയിന് കെട്ടുന്നത്, അങ്ങനെയുള്ള ഐറ്റങ്ങള്. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഏറ്റവും നല്ല ഒരു സാധനം ഇങ്ങനൊരു സാധനം ഷോൾഡർ പെയിന് പ്രത്യേകം കെട്ടുന്ന ഒരെണ്ണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വയറ് കുറയാനായിട്ട് കെട്ടുന്ന ഒരു പാടുണ്ട്. നടുവേദനയ്ക്ക് പ്രത്യേകം കെട്ടുന്ന ഒരു പാടുണ്ട്. പിന്നെ 20 ലിറ്ററിന്റെ ജാറിനകത്ത് നമ്മള് ഇപ്പൊ പച്ചക്കറിക്കൊക്കെ ഒഴിക്കാം, അടുക്കളയിലെ ഫ്രൂട്ട്സ് കഴുകാനും ഇതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ ഓഫീസിലും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചക്കറി കഴുകാനും നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ ഏറ്റവും ഇത് ചുറ്റാ. നമ്മൾ 1 ലിറ്ററിന്റെ വെള്ളത്തിൽ ചെടിക്കൊക്കെ എങ്ങനെ ഒഴിക്കുന്നത്? ഇതൊന്നും അതിന് വേണ്ടി വിലയില്ല. 4600 രൂപയുള്ള 2 എണ്ണം കിട്ടും. അപ്പൊ നമ്മള് 2 പേര് ചേർന്ന് മേടിച്ചിട്ട് ആയാൽ പോലും 2300 രൂപയ്ക്ക് ഒരു സെറ്റ് കിട്ടും. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ ഇതാണ് കാറിനകത്തിരുന്ന സീറ്റ് കവർ. ഇത് ഈ കാറിനകത്തിരുന്ന സീറ്റ് കവർ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പം ഈ അടുത്ത സമയത്ത് ഒരു 500 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വന്നു. ഈ 500 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വന്നിട്ട് സത്യം പറയാൻ യാത്ര ചെയ്ത പ്രതീതി വന്നില്ല. സാധാരണ 500 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തിട്ട് വന്ന് ആഹാരം കഴിച്ചിട്ട് കയറി കിടക്കും. ഇത് ഞാൻ 9 മണിക്ക് രാത്രി വന്നിട്ട് എന്നും കിടക്കുന്ന കാര്യം 11. കാരണം യാത്ര ചെയ്തതിന്റെ ഒരു ക്ഷീണമില്ല. ഇപ്പൊ രോഗികളെയും കൊണ്ടൊക്കെ ആശുപത്രി പോകുന്നവർക്കൊക്കെ ഈ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവര് ഇവിടുന്ന് അവിടെ ചെല്ലുന്നവരും ഒരു യാത്ര ചെയ്തെന്ന് അറിയത്തില്ല. അത്ര എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ സീറ്റ് കവർ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക്, IT മേഖലയിലുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഈ കാറിന്റെ ഈ ചെയറിന്റെ സീറ്റ് കവർ. എന്റെ മോന് എപ്പോഴും ആർക്കിടെക്ട്, അവൻ 3 മണിക്കൊക്കെ കിടക്കുന്നു. ഞാൻ അവൻ ഇരിക്കുന്ന കസേരയിൽ ഇട്ട് കൊടുത്തു. അവൻ പറയുന്ന വെച്ചാൽ ഇപ്പൊ ക്ഷീണമൊന്നുമില്ല, നല്ല രാത്രി ഇരുന്ന് എത്ര ഇരുന്ന് വർക്ക് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഇത് നമ്മൾ ഈ കസേരയില് കാറിനകത്തൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് പോലും ഇതിടാം. കാരണം വില കുറവാണ്. മറ്റേതിന് 17,900 രൂപ കാറിന്റെ സീറ്റ് കവർ 2 എണ്ണത്തിന്. അതിപ്പോ ഈ ചെയർ കുഷ്യന് 5,900 രൂപയുള്ളൂ. ഒരെണ്ണത്തിന് 5,900 രൂപ. ഇത് കമ്പ്യൂട്ടറിലൊക്കെ എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. ഇത് പ്രൊമോട്ട് ചെയ്യാൻ IT മേഖലയിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പിന്നെ സീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് യോഗ മാറ്റ്. ഇത് ഇടയ്ക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ ഇതിനകത്ത് കയറ്റാൻ പായ 6 അടി നീളം 2 അടി വീതിയുള്ള ഒരു ഇതാണ്. ഇത് യോഗ മാറ്റ്. യോഗ ചെയ്യുന്നവർക്കൊക്കെ യോഗ ചെയ്യാനായിട്ടുള്ള ഒരു മാറ്റാണത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ടെന്നീസ് എൽബോയ്ക്കൊക്കെ കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ടെന്നീസ് എൽബോയ്ക്ക് കൈ കെട്ടാന്, പിന്നെ ഇതുപോലുള്ള ടെന്നീസിൽ കൈ കെട്ടാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഷോൾഡർ പെയിൻ ഉള്ളതുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് അൾട്രാബെറി എന്ന് പറയുന്ന ജ്യൂസ്. ഇത് 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. ഇത് 2 എണ്ണത്തിന് 4,400 രൂപയാണ് 2 ബോട്ടിൽ. 13 BB 2 ബോട്ടിലിനുള്ളത്. ഇതൊക്കെ വളരെ നമ്മുടെ ഇപ്പം ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും മാത്രം ആയിട്ട് കാര്യമില്ല. നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രീഷൻസ് വേണം. അതിന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ള ബെറികളുടെ ജ്യൂസാണ് അൾട്രാബെറി. ഇതൊക്കെ എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത ഇത് ആളുകൾക്ക് പേടിയാണ്. നമുക്ക് ആളുകളോട് പറയും ഇത്രയും വില ഉള്ളത് മേടിക്കുന്നു. ചിലപ്പോൾ നമ്മൾ 10 പേരുടെ അടുത്ത് അല്ലെ 100 പേരുടെ അടുത്ത് പറയുമ്പോഴായിരിക്കും 2 പേര് മേടിക്കുന്നത്. അത് ഇത് വളരെ പ്രചാരത്തിൽ വരാൻ പോവുക. ആളുകൾക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ അതുപോലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് മോർ പവർ. മോർ പവർ ഇതുപോലുള്ള 30 ഗ്രാമിന്റെ 6 എണ്ണത്തിന് ഇപ്പൊ എല്ലാവരും മീറ്റിങ്ങിലൊക്കെ കയറി 6 എണ്ണത്തിന് 6,500 രൂപ. ഇത് സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് 6 എണ്ണവും ഇതുപോലെ 300 ഗ്രാമിന്റെ ഒരു ഗ്ലാസ് ബോട്ടിൽ, ഇതുപോലുള്ള ഒരു 300 ഗ്രാമിന്റെ ഗ്ലാസിന്റെ ബോട്ടിലൂടെ ചേർത്ത് 10,900 കിട്ടും. 50 BB ഉണ്ട്. പിന്നെ അതുപോലെ അതിന്റെ തന്നെ റെഗുലർ പ്രോഡക്റ്റ് ഉണ്ട്. റെഗുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പിന്നെ ഒരു 30 ഗ്രാമിന്റെ ഒരു 4 എണ്ണവും ഇതുപോലെ ഒരു 300 ഗ്രാമിന്റെ പ്ലാസ്റ്റിക് ടിന്നിലാണ് വരുന്ന 300 ഗ്രാമിന്റെ ഒരെണ്ണം കൂടി ചേർത്ത് 6,600 രൂപ. അതുപോലെ തന്നെ 11,200 ഈ 30 ഗ്രാമിന്റെ 9 എണ്ണവും 300 ഗ്രാമിന്റെ 2 ബോട്ടിലൂടെ ചേർത്ത് 11,200 കിട്ടും. പിന്നെ അതുപോലുള്ള പ്രോഡക്റ്റ് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ്. ഇത് സോയിൽ ഹെൽത്ത് കെയർ, ഇങ്ങനെ കുറെ പ്രോഡക്റ്റ്. ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഞാനിവിടെ എൻ്റെ വീട്ടില് ഒരു പ്ലാവ് വെട്ടിക്കളയണമെന്ന് പറഞ്ഞ് നിർത്തിയിരുന്ന ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവ് ഇപ്പൊ ഒരു 5-6 ചക്ക കായ്ച്ചു. അതുപോലെ തന്നെ എൻ്റെ ഒരു മാവിനകത്ത് ഈ മാങ്ങ ഇങ്ങോട്ട് പിടിച്ചു വരുമ്പോഴത്തേക്ക് അത് അങ്ങ് പുഴുവായിപ്പോയി. ചിലപ്പോൾ ഒരു 4-5 മാങ്ങ കിട്ടും. ഇപ്പൊ എന്തായാലും ഞാൻ ഈ മരുന്നൊക്കെ അടിച്ച് ഇപ്പൊ ഒരു 50 മാങ്ങ അതിനകത്ത് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നു. അന്നേരം ഇത് ഞാൻ 3-4 എണ്ണത്തിന് ഞാൻ അടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അത് ജ്യോതിഷ് സാറിനോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റിനെ കുറിച്ച്
കൂടുതൽ കാര്യങ്ങൾ ജ്യോതിഷ് സാറ് പറഞ്ഞു തരും. എപ്പം വിളിച്ചാലും എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് ജ്യോതിഷ് കുമാർ സാറ്, ജ്യോതിഷ് സാറ്. നമ്മുടെ ഗുജറാത്തിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എനിക്ക് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റിനെ കുറിച്ച് ഡോക്ടറും മനോജ് സാറും ഒക്കെ കൂടെ വന്നിരിക്കുക എന്റെ ഓഫീസിൽ വെച്ചൊരു ക്ലാസ് എടുത്തിരുന്നു. അന്ന് കുറച്ച് പേരെ ഉള്ളായിരുന്നു, 19 പേരെ ഉള്ളായിരുന്നു. പക്ഷെ ഇനി ജ്യോതിഷ് സാറ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, ഞാനിപ്പം കൊടുത്ത ഒരു പാർട്ടിക്ക് ചീര കൃഷി ചെയ്തു. അദ്ദേഹം 30,000 രൂപയുടെ ചീര ആദ്യത്തെ ട്രിപ്പ് വിളവെടുത്തത്. ഇപ്പൊ അടുത്ത 1 ലക്ഷം രൂപ കിട്ടുന്ന ചീര നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് 45 ദിവസം കിട്ടുന്നതുകൊണ്ടുള്ള വിളവ് അദ്ദേഹം പറഞ്ഞത് 30 ദിവസമൊക്കെ ആയപ്പോൾ കിട്ടിയെന്നാണ്. 30 ദിവസമായിട്ട് കിട്ടിയെന്ന് മാത്രമല്ല, ചീരയ്ക്ക് ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്നേരം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അന്നേരം ഇത്രയും പ്രോഡക്റ്റുകൾ ഉണ്ട്. അന്നേരം ഇത് എല്ലാവരും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ പരമാവധി അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കി മനോജ് സാറും ഒക്കെ കാര്യങ്ങൾ പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ഓക്കെ. താങ്ക് യു സാർ. സാർ വളരെ കുറെ അധികം പ്രൊഡക്റ്റുകൾ കാണാത്ത ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഞാൻ പോലും കാണാത്ത പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ടായി. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ ഡിസ്പ്ലേ കാണിച്ചുകൊണ്ട് എന്തിനും നല്ലൊരു വെറൈറ്റി തന്നെയായിരുന്നു മൊത്തത്തില്. ഏതാണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്കിസ്റ്റ് ആണ് സാർ, അല്ലേ സാറേ? ശിവ സാറേ, കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്കിസ്റ്റ് അല്ലേ? അതൊന്നും എനിക്ക് പറയാൻ പറ്റും സാർ, എനിക്കറിയത്തില്ലല്ലേ ആരുടെ. ഞാൻ വേറെ ഓഫീസ് ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അതെ അല്ലെ? അല്ല, എന്നാലും അറിവ് ഇത്രയും പ്രൊഡക്റ്റ് അടുത്ത് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. എന്റെ കയ്യിൽ എല്ലാ പ്രോഡക്റ്റും ഉണ്ട് സാർ. ഞാൻ എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. എന്റെ അടുത്ത് ആര് ഏത് പ്രോഡക്റ്റ് എപ്പം ചോദിച്ചാലും 90% പ്രോഡക്റ്റും എന്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്കുള്ള ഒരു പ്രത്യേകത, എനിക്ക് ഒരാളൊരു പ്രോഡക്റ്റ് ചോദിച്ചാൽ എനിക്ക് ഒരു നിമിഷം മുമ്പ് അവർക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം, എനിക്ക് ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. തീർച്ചയായും നമ്മള് ഇവിടെ ഇരിക്കുന്ന ഒരു 80% ആളുകളും സാറിന്റെ അടുത്ത് തന്നെ പുറത്ത് എടുക്കുന്നവരുമാണ്. എന്തായാലും ഒക്കെ വളരെ സന്തോഷം. പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ഇരുന്ന് നമ്മൾ കാണുന്നത് പോലെ കേൾക്കുന്ന പോലെ ഫീൽ ചെയ്തു. കാരണം പ്രൊഡക്റ്റ് ഒക്കെ അങ്ങനെ കണ്ട് ഇതായതുകൊണ്ട്. മനോജ് സാർ ഉണ്ടോ ഇന്ന് വിഷുവൊക്കെ ആയിട്ട്? ഓക്കെ. അപ്പൊ എന്തായാലും ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോണ്ട് ശ്രീമാ സാറിനോട്. ശ്രീമാ സാറേ, പറഞ്ഞോ സാർ. MC ആണ് ചോദിച്ചാ പറഞ്ഞു. സാറേ, സാറിന് പിക്കപ്പ് സെന്റർ ബേസില് എത്ര ലക്ഷം രൂപ കിട്ടിയെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. സാറേ, പിക്കപ്പ് സെന്റർ ബേസ് എന്ന് പറഞ്ഞാൽ എന്റെ വൈഫിന്റെ പേരിൽ ഒരു 50,000 രൂപയുടെ പിക്കപ്പ് സെന്ററും എന്റെ മക്കളുടെ 2 പേരുടെ പേര് ഓരോ ലക്ഷം രൂപയുടെ പിക്കപ്പ് സെന്ററും ഉണ്ട്. എന്റെ വൈഫിന്റെ പിക്കപ്പ് സെന്ററിൽ തന്നെ 3.5 ലക്ഷം രൂപ പുറത്തായിട്ടുണ്ട്. 50,000 രൂപയുടെ അടുത്ത പിക്കപ്പ് സെന്ററിൽ 3.5 ലക്ഷം രൂപ എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ പിക്കപ്പ് സെന്റർ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ആളുകളെ കൊണ്ട് പിക്കപ്പ് സെന്റർ ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറയും. എല്ലാവരും ഒക്കെ ഇങ്ങനെ മടിക്കുക. നമ്മൾ ഇത്രയും കുറച്ച് വർക്ക് ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെ ഇത്രയും പിക്കപ്പ് സെന്ററിൽ വരുമാനം വരുന്നത്. എന്നിട്ട് ഇത് നമ്മൾ നെഞ്ചോട് ചേർത്തെടുത്ത്, ഞാനിത് യഥാർത്ഥത്തില് ഞാൻ ഇതുവരെ ഇതിനോട് നെഞ്ചോട് ചേർത്തെടുത്ത ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് നമ്മുടെ പിന്നെ മനോജ് സാറ്. കാരണം സാറ് എവിടെ പോയാലും ഈ വാട്ടർ സാറ് നമ്മുടെ ഏത് വലിയ ഇപ്പൊ കോർ മീറ്റിങ്ങിന് വന്നാലും സാറ് ഈ കുപ്പിയും വെള്ളമായിട്ടേ വരത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതാണ് സാറിന്റെ വിജയം. ഓക്കെ. അപ്പൊ എന്നിരുന്നാലും അത് 6:50 പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മനോജ് സാറിനെ വിളിക്കുകയാണ്. ഗ്രേറ്റ് മെന്റർ ഓർ ഗ്രേറ്റ് ലീഡർ. വളരെ ഡെഡിക്കേഷൻ ആയിട്ട് നിന്ന് 10 മാസം കൊണ്ട് ഒരു കോറിലോട്ട് എത്തിയ നമ്മുടെ എല്ലാം മോട്ടിവേറ്റർ, തൃപ്പൂണിത്തുറയുടെ ഇതിഹാസപുത്രൻ. യെസ് മനോജ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സാർ. തൊണ്ടയുടെ പ്രശ്നം കുറച്ച് കുറവുണ്ട്, കൂടുതൽ സംസാരിക്കുന്നത്. താങ്ക് യു യൂനുസ് സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. പുതിയൊരു സുപ്രഭാതം ദൈവം നമുക്കിന്ന് സമ്മാനിച്ചു. ദൈവത്തിന് സ്തുതി. ഇന്നലെ വിഷു ആയിരുന്നു. എല്ലാവർക്കും അറിയാം, വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു
ആഘോഷമാണ്, പ്രകൃതിയുടെ ആഘോഷമാണ്. പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്ന ഒരു ആഘോഷമാണ് വിഷു. കണിക്കൊന്നകളൊക്കെ പൂത്ത് നല്ല സ്വർണ്ണവർണ്ണം അല്ലെ പ്രകൃതിയിൽ ലയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലും അതുപോലുള്ള ഒരു കണിക്കൊന്നകൾ, ആ സ്വർണ്ണവർണ്ണത്തിലുള്ള കണിക്കൊന്നകൾ അടുത്ത വിഷു വരെ നിങ്ങളുടെ മനസ്സിൽ പൂത്ത് വിരിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നത്. ഏതാഘോഷമായാലും നമുക്കൊരു എനർജി ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. ആ ക്ഷീണം എന്ന് പറയുന്നത് കൂടുതൽ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആവേശത്തിന്റെ ഒരു ക്ഷീണമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും തീരുമാനമെടുത്തുകൊണ്ട് പുതിയൊരു വർഷം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം എന്ന പേരിലും കൂടി നമ്മുടെ വടക്കൻ മേഖലകളിൽ പ്രത്യേകിച്ചും പുതുവർഷമാണ് നമ്മുടെ മേടം 1 എന്നുള്ള ഈ വിഷു മഹോത്സവം. ഒരു പുതുവർഷത്തിലേക്ക് കൂടി നമ്മളെല്ലാം കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ പുതിയ തീരുമാനങ്ങളുമായിട്ട് ബയട്ടോറിയവും ഞാനും എന്ന സബ്ജക്റ്റുമായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഒരു ഉത്തമ മാതൃകാ പുരുഷനായ കേരളത്തിൽ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. അതിൽ നിന്ന് വളരെ കൃത്യ മാതൃകാ പുരുഷനായ അദ്ദേഹം ഇവിടെ പറഞ്ഞു തന്നെ, അത് എപ്പോഴും പ്രോഗ്രാമിൽ ശ്രീകുമാർ സാറ് പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മള് കർമ്മം ചെയ്യാന്നുള്ളതാണ് അല്ലെ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം കിട്ടും. പുണ്യം കിട്ടുമ്പോഴാണ് നമുക്ക് ഭാഗ്യം കിട്ടുന്നത്. ഭാഗ്യം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്, അതാണ് ഭാഗ്യം. അല്ലാണ്ട് 40 രൂപ ടിക്കറ്റ് ഇട്ട് 500 രൂപ അടിക്കുന്നതല്ല ഭാഗ്യം. മനസ്സിലായ? ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യം എന്നത്. നമുക്കും നമ്മുടെ തലമുറക്കും കിട്ടുന്ന ദൈവാനുഗ്രഹത്തെയാണ് നമ്മൾ ഭാഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ബയട്ടോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളെ ബയട്ടോറിയം ഹൃദയത്തിലേറ്റിയവർ, നെഞ്ചിലേറ്റിയവർ. അവർ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുള്ളൂ. ഒത്തിരി ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ശ്രീകുമാർ സാറ് പറഞ്ഞ കണക്ക് പലരും ഇന്ന് കാണാനില്ല. മനസ്സിലായ? പലരും അപ്രത്യക്ഷരായിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഈ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ ഒരു കാരണവശാലും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ബയട്ടോറിയത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. മോഹന വാഗ്ദാനങ്ങളായിട്ട് നിങ്ങളുടെ പുറകെ പലരും വരും. പക്ഷേ ഒരിക്കലും അങ്ങോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ ശ്രീകുമാർ സാറിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം സൂചിപ്പിച്ച ബിജു സാറും നക്സർ സാറും ഇവിടെ ഇല്ല. അതേപോലെ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്ത ഗ്രേറ്റ് ലീഡർ, പേര് ഞാൻ പറയുന്നില്ല, ആ ഗ്രേറ്റ് ലീഡറും ഇപ്പൊ നമ്മളെ വിട്ടു. അദ്ദേഹവും ഇവിടെ ഇല്ല. മനസ്സിലായ? പോകുന്നവർക്ക് പോകാം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എന്നാലും ശ്രീകുമാർ സാർ ഇവിടെ തന്നെ തുടരുന്നു. കാരണം ഇവിടെ വ്യക്തിബന്ധങ്ങൾക്കല്ല പ്രാധാന്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പ്രാധാന്യം. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഉണ്ടല്ലോ, ഈ പ്രവൃത്തി ഉണ്ടല്ലോ, വയട്ടോറിയായിട്ട് ജനങ്ങളെ സേവിക്കുന്ന പ്രവൃത്തി നല്ലതാണ് എന്ന് പറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയാൽ അത് മതിയല്ലോ. പിന്നെന്തിനാ നമ്മൾ ഇതിലേക്കൊക്കെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ സാറിനെ പിടിച്ച് വലിക്കുന്നുണ്ട്, നമ്മുടെ ഡോക്ടർ രാജു സാറിനെയും പിടിച്ച് വലിക്കുന്നുണ്ട് പലരും. പക്ഷെ അവർ രണ്ടുപേരും എന്തായാലും ബയട്ടോറിയത്തിന്റെ വക്താക്കളായിട്ട്, ബ്രാൻഡ് അംബാസഡറുമായിട്ട് കേരളത്തിൽ തലയെടുപ്പോട് കൂടിയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല. ഇന്നെന്തായാലും നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. നമ്മളെ പലരെ പോലെ തന്നെ നമ്മളെ പലരെ പോലെ തന്നെയും മടിച്ചാണ് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞു 4 തവണ മടക്കി വിട്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ അടുത്തേക്ക് വിട്ടു, ഇനി ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ഞാൻ അവരെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വിട്ടത്. പക്ഷെ അദ്ദേഹമാണ് പെട്ടെന്ന് ഇതിനകത്തേക്ക് വീണുപോയത് ഡെമോ ഒക്കെ കണ്ടപ്പോൾ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 1 or 2 പ്രാവശ്യം പോയാലും ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗം വരിക, രോഗം വന്നാൽ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം കുറച്ച് ചികിത്സ ചെയ്യുക അല്ലേ. അത് മാറുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ഡോക്ടറെ അടുത്ത് പോവുക അല്ലേ, എൻ്റെ അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കുക, അത് കഴിക്കുക, എന്നിട്ട് അതില്ലെങ്കിൽ അടുത്ത ഡോക്ടറെ അടുത്ത് പോവുക. ഇത് നമ്മളൊരു സെറ്റാണ്, മൈൻഡ് സെറ്റായി കഴിഞ്ഞ ഒരു സംഭവമാണ്. അവിടെ പോയിട്ടാ പറയണത്, നിങ്ങൾ ഇനി ഇത് ഡോക്ടറെയും കാണണ്ട, മരുന്നും വേണ്ട, ഇതിനകത്ത് കിടന്നോ, ഈ വെള്ളം കുടിച്ചോ, കയ്യിൽ ഇങ്ങനെ കെട്ടി നടന്നോ എന്ന് പറഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യോ? ചെയ്യില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒറ്റയടിക്കുന്ന ജനത്തേക്ക് ആളുകൾ വരില്ല. മെല്ലെ മെല്ലെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഫോളോ അപ്പ് ചെയ്ത് റിസൾട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ വരും. ഇപ്പൊ ശ്രീകുമാർ സാർ ഒരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിച്ച് അവിടെ ജോയിനിങ് ആണ്. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ റിസൾട്ടുകളാണ് ഓരോരുത്തർക്കും കൊടുത്ത് വ്യക്തികളുടെ പേരെടുത്ത് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിക്കുന്നത് കൊണ്ടാണ് റിസൾട്ട്. വെരിക്കോസ് എന്ന് പറയുമ്പോൾ 100 കണക്കിന് റിസൾട്ട് വരും. സോറിയാസിസ്, കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു സോറിയാസിസ് ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ആർക്കും റിസൾട്ട്, അവന് നിരവധി റിസൾട്ടുകളുണ്ട്. അങ്ങനെ അദ്ദേഹം കൊടുത്ത റിസൾട്ടുകളാണ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും വളരെ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആളുകളിലേക്ക് കൊടുത്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ.
അപ്പോൾ എല്ലാത്തിനും വളരെ അത്ഭുതപരമായ റിസൾട്ട് കിട്ടുന്ന നമ്മുടെ ദാദറിൽ ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി ഷിൻഡെയുടെ മകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് തൊട്ടു. ഷിൻഡെയുടെ മകനാണ് അന്നത്തെ ദാദറിലെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അന്ന് MP ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം നിയമസഭയിലെ മന്ത്രിയാണെന്ന് സംശയമുണ്ട്. ഇപ്പൊ നിയമസഭയിലെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഇന്ത്യയിലെ ഈ ഡോക്ടേഴ്സ് സമൂഹം എത്രയോ വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത പല അസുഖങ്ങൾക്കും നമ്മുടെ പ്രിയങ്കരനായ സാഗർ ജോഷി സാറ് ഇല്ലേ, ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇതെത്തിക്കുകയും അവർക്കെല്ലാം അത്ഭുതകരമായ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി ഈ ബയോട്ടോറിയത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്നാണ് അന്ന് ഡോക്ടർ സാഗർ സാറെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഡോക്ടർ സംസാരിച്ചത് ഉദ്ഘാടന വേദി. ആലോചിച്ച് നോക്കണം. അതാണ് നമ്മുടെ ബുള്ളറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശാസ്ത്രലോകം എഴുതി തള്ളിയ, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന്, ഒരിക്കലും വരില്ലെന്ന് എഴുതി തള്ളിയ പലരും ഇന്ന് അത്ഭുതത്തോടു കൂടി തുള്ളിച്ചാടി വരുന്നുണ്ടെങ്കിൽ അതാണ് ഈ കർമ്മത്തിന്റെ ഫലമാണ്, അതാണ് ഈ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ഇത് കിട്ടിയ ആളുകളായ നമ്മൾ എന്തുകൊണ്ട് ആളുകളോട് പറയുന്നില്ല എന്നുള്ളതാണ്. പലർക്കും മതിയാണ്, പലർക്കും സ്റ്റാറ്റസ് ആണ്. ഞാൻ ആ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്, എനിക്കിഷ്ടം പോലെ കാശുണ്ട്, ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പ് പോയിട്ട് ഇങ്ങനെ കെഞ്ചുന്നത് ഇല്ലേ, അവരോട് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ മേടിച്ചാൽ മതി. അത് മാറ്റിക്കൊണ്ട് നമ്മൾ കുറച്ചും കൂടി എളിമയോട് കൂടിയിട്ട് ദൈവപുത്രൻ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്താണ് ബയോട്ടോറിയത്തിലേക്ക് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങളെ കളിയാക്കിക്കോട്ടെ, നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നിങ്ങളെ പുച്ഛിച്ച് തള്ളിക്കോട്ടെ, എന്നാലും നമ്മൾ ഇതിന്റെ പ്രവാചകന്മാരായിട്ട് മാറണം. ബയോട്ടോറിയത്തിന്റെ പ്രവാചകന്മാരായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ശ്രീകുമാർ വേണ്ട, സാറിനോട് വേണ്ട എന്ന് പറഞ്ഞു, ശ്രീകുമാർ സാർ വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനുണ്ടായ പ്രോബ്ലംസിന് ദിവസങ്ങൾക്കുള്ളിൽ റിസൾട്ട് കിട്ടി എന്നുള്ള അലർജി പ്രോബ്ലം, തടിമില്ല് നടത്തുന്ന കാര്യങ്ങളെ പറഞ്ഞു അദ്ദേഹം അല്ലെ. അതുപോലെ തന്നെ നിരവധി കൊടുത്ത ആളുകൾക്കുള്ള റിസൾട്ടുകളൊക്കെ ഇവിടെ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ആവേശം ഉണ്ടാകണം എൻ്റെ പോലും. അതിനാണ് രാവിലത്തെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇതുപോലെ നിങ്ങളും നിങ്ങൾക്ക് കുടുംബത്തിലും നിങ്ങൾക്ക് കൊടുത്തവർക്ക് കിട്ടിയ റിസൾട്ടുകൾ ഇവിടെ വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും സാധിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ആവേശം ഉണ്ടാവും, കൂടുതൽ അറിവുണ്ടാവും. പറയുമ്പോൾ കുറേ കൂടി തെളിഞ്ഞു വരും. ഈ പ്രൊഡക്റ്റ് കൊടുത്താൽ മാത്രം പോരാ, അവരെ ഫോളോ അപ്പ് ചെയ്യണം. അത് അവർ ഉപയോഗിക്കുന്നുണ്ടോ നോക്കണം, വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കണം. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചില ആൾക്ക് വെള്ളം കുടിക്കത്തില്ല, ചില ആൾ പച്ചവെള്ളം കുടിക്കത്തില്ല, ചൂടുവെള്ളേ കുടിക്കത്തുള്ളൂ. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ചില ആൾ കെട്ടത്തില്ല. ഇത് കെട്ടാതെ ഒന്നും റിസൾട്ട് ഉണ്ടാവില്ല. ഒരു സിംഗിൾ മേടിച്ച് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഉപയോഗിച്ച് ആർക്കും റിസൾട്ട് ഉണ്ടാവില്ല. മനസ്സിലായി? ഒരാൾ കിടക്കുക, ഒരാൾ വെള്ളം കുടിക്കുക, ഒരാൾ കൈ കെട്ടിയിട്ട് പോവുക. ആർക്കാ റിസൾട്ട് കിട്ടുക? എന്നിട്ട് അവസാനം പറയും റിസൾട്ട് ഇല്ല. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഒരാൾ ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പ്ലീസ്, കാശില്ലാത്തവരുണ്ടാവും അല്ലേ, ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കട്ടെ, ഒരാൾ ഉപയോഗിക്കട്ടെ. വെള്ളം എല്ലാവർക്കും കുടിക്കാലോ. അതാണ് ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞ 4600 രൂപയുടെ 20 ലിറ്റർ ജാറിന്റെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് സിമ്പിളാണ്, എല്ലാവർക്കും വാങ്ങിക്കാം. 4600 രണ്ടെണ്ണം 40 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. 20 ലിറ്ററിന്റെ 2 ബക്കറ്റ് വാങ്ങിച്ചാൽ മതി. അതിലേക്ക് വെള്ളം നിറച്ചിട്ട് അത് റാപ്പ് ചെയ്ത് വെക്ക്, അടച്ചു വെക്ക്. ആ വെള്ളം അത്ഭുതം സൃഷ്ടിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ആ വെള്ളം കൊണ്ട് പച്ചക്കറി കഴുകാം, മീൻ കഴുകാം, ഇറച്ചി കഴുകാം, ഫ്രൂട്ട്സ് കഴുകാം. അതോടൊപ്പം എന്ത് ചെയ്യാം, ചെടികൾ കുഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കാം. മനസ്സിലായ? സാധാ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം ഇരുന്നൊരു ചെറിയൊരു 5-6 ലിറ്ററിന്റെ ബക്കറ്റിൽ ഈ വെള്ളം എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാം, ശിവക്ഷേത്രങ്ങളിലൊക്കെ ധാര ഒഴിക്കുന്നുണ്ടല്ലേ നിങ്ങൾ? ഇങ്ങനെ മെല്ലെ ഒരു കപ്പ് കൊണ്ട് ഇങ്ങനെ തലയിലൂടെ ഒഴിച്ചു കൊടുക്കുക. മെല്ലെ ഒഴിക്കണം കേട്ടാ, സ്പീഡ് വേണ്ട. ധൃതിയാണല്ലോ എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് അല്ലേ. കുളിക്കാനും സമയമില്ല ഇന്ന്. അപ്പോ ധാരയായിട്ട് നിങ്ങളുടെ തലയിലൂടെ ഇങ്ങനെ ഒഴിച്ചു നോക്ക്. 60 വയസ്സും 50 വയസ്സുള്ളവരൊക്കെ നല്ല 18 വയസ്സുകാരനും 18 വയസ്സുകാരിയൊക്കെ മാറും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അതാണ് പവർ, മാഗ്നറ്റിന്റെ വെള്ളത്തിന്റെ പവർ എന്ന് പറയുന്നത്. തലയിലൂടെ ഒഴിച്ചു നോക്കുമ്പോൾ ബോഡി മുഴുവൻ ഇതിങ്ങനെ അബ്സോർവ് ചെയ്യും. മനസ്സിലായി? ഒരു 5 മിനിറ്റ് അതിലെടുക്കും. മെല്ലെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളിലും ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ചെറിയൊരു കപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു ഒഴിച്ചു നോക്ക്. 4600 രൂപ മുടക്കുള്ളൂ. ചെടികൾക്ക് ഒഴിക്ക്. വീട്ടിൽ പട്ടി, പൂച്ച, മൃഗങ്ങളുണ്ടെങ്കിൽ അതിന് ഈ വെള്ളം കുടിക്കാൻ കൊടുക്ക്. മനസ്സിലായ? എന്തായിരിക്കും അറിയാം അതിന്റെ എനർജി എന്ന് പറയുന്നത്? അപാരമാണ്. ചെലവ് എത്രയാണ്? 4600 രൂപ. മനസ്സിലായില്ലേ? എന്തെല്ലാം പൈസ ചെലവാക്കുന്നുണ്ട് നമ്മൾ. ആ രീതിയിലേക്ക് മാറണം. തൊപ്പി ബെസ്റ്റാണ്, തൊപ്പി സൂപ്പറാണ്. തൊപ്പി എല്ലാവർക്കും ഉപയോഗിക്കാം. ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കറക്റ്റ് ആവും എപ്പോഴും തൊപ്പി വെച്ച് നടന്നു കഴിഞ്ഞാൽ. ഹെൽമെറ്റ് ഒക്കെ വെക്കുന്ന ആളുടെ മുകളിൽ തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് അത് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ശ്രീകുമാർ സാർ എല്ലാം പറഞ്ഞു, ഞാൻ എന്നാലും 1-2 പോയിന്റ്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കാറിന്റെ സീറ്റ് കവർ ബെസ്റ്റാണ്. ഇപ്പോൾ വില ഭയങ്കരമല്ലേ എന്നാണ് അല്ലേ? 17,000 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത് വാങ്ങി വെച്ചാലുള്ള ഗുണം ആ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല,
സീറ്റ് കവർ ആ കാറിനകത്ത് മൊത്തം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ബാക്കിലിരിക്കുന്ന ആൾക്കും ഭയങ്കര എനർജി ആയിരിക്കും. എത്ര യാത്ര ചെയ്താലും നമുക്ക് ക്ഷീണം തോന്നത്തില്ല. അതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇതൊരെണ്ണം വാങ്ങുക, കാറുള്ള ആളുകൾ. ഇതിൽ ഒരുമിച്ച് നാളെ രാവിലെ വാങ്ങാനല്ല പറയുന്നത്. നിങ്ങൾ ഇതിലൂടെ വരുമാനം കിട്ടുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഫാമിലി ബോണസ് കിട്ടുമ്പോൾ അതിൽ നിന്നെടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. ഇതൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ഓ ഇതിങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടോ എന്നല്ലേ. ഇപ്പൊ ശ്രീകുമാർ സാറ് പറഞ്ഞപ്പോഴാണ് പലർക്കും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നത്. നമ്മളെ വെച്ച് കിടക്കുന്ന കിടക്ക അല്ലെ, കാന്തക്കിടക്ക നമ്മൾ പറയും അല്ലെ. ഇതും വെള്ളം കുടിക്കുന്ന സാധനം, കൈ കിട്ടുന്ന സാധനം മാത്രമേ ഉള്ളൂ എന്ന ധാരണ. ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ചെയറിന്റെ സീറ്റ് കവർ, കുഷ്യൻ, വീട്ടിൽ നമ്മൾ കസേര ഇരിക്കുന്നവർക്ക് അത് അവിടെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതൊക്കെ ഘട്ടം 5000 സംതിങ് രൂപയെ അതിനൊക്കെ വിലയുള്ളൂ. ഇതെല്ലാം തന്നെ നമുക്ക് റീപർച്ചേസിലൂടെ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ കൂടുതൽ പ്രൊഡക്ട്സുകൾ പരിചയപ്പെടുക, ഐഡിയകളൊന്ന് തുറന്നു നോക്കുക. അതിനകത്തെല്ലാം ഇത് കാണിക്കുന്നുണ്ട്, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും കാണിക്കുന്നുണ്ട്. സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സൗകര്യം നമുക്ക് റീപർച്ചേസിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മളെ മോർ പവർ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമാണ്. ഷുഗറുള്ള ആളുകൾക്കൊക്കെ 2 ഗ്രാം മോർ പവർ ഡെയിലി രാവിലെ കഴിക്കുക. നമ്മളെ മാഗ്നറ്റൈസ്ഡ് വാട്ടറും കൂടി കുടിക്കുമ്പോൾ ഷുഗർ ലെവലൊക്കെ നോർമലിലേക്ക് വരും. ഇന്നലെ ജ്യോതിഷ് സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഷുഗറാണ്, കുറേ വർഷങ്ങളായിട്ട് ഷുഗറാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ 82/92 ആ ലെവലിലേക്ക് വന്നു ഷുഗർ എന്ന് പറഞ്ഞു. കുറഞ്ഞു പോയി, മനസ്സിലായ? 110 വേണ്ടേ മിനിമം. അത് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ. അദ്ദേഹം ഉപയോഗിക്കുന്നത് നമ്മളെ മാഗ്നറ്റൈസ്ഡ് വാട്ടറാണ്. ഒരു 5-6 മാസമായിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മോർ പവർ 2 ഗ്രാം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഷുഗറുള്ള ആളുകൾ. എല്ലാവരും 2 ഗ്രാം കഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വാരി തിന്നാണ്, നല്ല ടേസ്റ്റാണത്. അത് ഒരു സ്പൂണിൽ കുറച്ച് അധികം കോരി തിന്നും നമ്മൾ, മനസ്സിലായ? അപ്പൊ ഞാനൊക്കെ അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ 2 ഗ്രാം മതി. 2 ഗ്രാം 5 ഗ്രാമിന്റെ സ്പൂണാണ്. ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി, ഒന്ന് സ്പൂണോ. എന്നിട്ട് അത് കഴിക്കുക. രാവിലെ മാത്രം കഴിച്ചാൽ മതി, രാത്രി കഴിക്കണ്ട, ഒറ്റ നേരം കഴിച്ചാൽ മതി. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളെ എനർജി ലെവൽ കിട്ടും. 11 സിസ്റ്റത്തെ അത് കറക്റ്റ് ചെയ്യും. വേൾഡിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ മോർ പവർ എന്ന് പറയുന്നത്. ഓൺലി നമ്മുടെ ആയുർവേദ, സിദ്ധ, യുനാനി സത്തുകൾ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് എഫക്റ്റ് ഇല്ല, ക്ലിനിക്കലി പ്രൂവഡ് ആണ്. എല്ലാവർക്കും കൊടുക്കാവുന്നത്. കാരണം നമുക്ക് എനർജി കിട്ടണമെങ്കിൽ സാറ് ഇവിടെ പറഞ്ഞ ന്യൂട്രീഷൻസ് വേണം, വൈറ്റമിൻസ് വേണം, പ്രോട്ടീൻസ് വേണം, മിനറൽസ് വേണം. ഇതെല്ലാം മനുഷ്യന് ആവശ്യമാണ്. ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ല. കിട്ടാത്തത് കൊണ്ടാണ് സമീകൃത ആഹാരം എന്നുള്ള നിലയിൽ ഇത് നമുക്ക് കഴിക്കാം. അതേപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്നത്. സ്ത്രീകൾ ഇത് നിർബന്ധമായും കഴിച്ചിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീകൾ, കാരണം അവർക്ക് ഈ മെൻസസ് പീരീഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവർ ശരീരത്തിൽ എപ്പോഴും HB ഹിമോഗ്ലോബിന്റെ കൗണ്ട് കുറവായിരിക്കും. ഹിമോഗ്ലോബിന്റെ കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഹിമോഗ്ലോബിന്റെ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്നത്. അതിന് മാത്രമല്ല, എല്ലാത്തിനും നല്ല ഉന്മേഷം കിട്ടും. പറഞ്ഞില്ലേ ശ്രീകുമാർ സാറിന്റെ അച്ഛൻ 92 വയസ്സ്. 92 വയസ്സ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കണായിരിക്കും അല്ലേ. നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുകയാണ് അദ്ദേഹം. ഞാൻ പോയിട്ടുണ്ട് ശ്രീകുമാർ സാറിന്റെ വീട്ടിൽ, മനസ്സിലായ? അച്ഛനുമായി കാണാനും അമ്മയെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുകയാണ്. അവർക്ക് ഇനിയും അങ്ങോട്ട് 120 വയസ്സ് വരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അവർക്ക് ഈശ്വരന് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം. ശ്രീകുമാർ സാറിന്റെ വീട്ടിലേക്ക് പോയതാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ മാവും പ്ലാവും ഒക്കെ കണ്ടതാ. ചക്ക പിടിക്കാത്ത ദേഷ്യത്തോട് നിൽക്കുന്ന പ്ലാവും അല്ലേ, മാങ്ങ പിടിച്ചാൽ പുഴുക്കൾ തരുന്ന മാങ്ങയുള്ള മാവൊക്കെ കണ്ടതാ അവിടെ ചെന്ന്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ മാറ്റം വന്നിട്ട് എന്തായാലും ആ ഭാഗത്തൊക്കെ അടുത്ത പ്രോഗ്രാം ചെല്ലുമ്പോൾ ശ്രീകുമാർ സാറിന്റെ വീട്ടിൽ ചെല്ലും. അപ്പൊ അവർക്കൊക്കെ ഇത് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് കാണാം. നമ്മൾ പണം നോക്കണ്ടായിരുന്നു. പണം കൊണ്ടാണോ നമ്മൾ ഭൂമിയിലേക്ക് വന്നത്? ആണോ? അല്ല. പണം കൊണ്ടുപോവോ പോകുമ്പോൾ? ഇല്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പണം ഇങ്ങോട്ട് വരും. പല വഴിയിലും പണം ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, മനസ്സിലായത്? അത് ഞാൻ വേറൊരു ദിവസം സംസാരിക്കാം. അതുകൊണ്ട് ഈ സാധനത്തിന് വാങ്ങുമ്പോൾ ആദ്യം MRP എടുത്ത് നോക്കുക. നമ്മൾ ഇപ്പോഴും എന്നാ വേണ്ട അല്ലേ? നമ്മളൊരു ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്ന ആളുകളല്ലേ അല്ലേ? ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്ന ആളുകൾക്ക് എന്തും എപ്പോഴും ഏത് സമയത്തും വാങ്ങാൻ തോന്നണം, വാങ്ങണം. അതിനുള്ളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി ഉണ്ട് ഇവിടെ. അതാണ് ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞത്. പലരും പറയും അവിടെ പോകുമ്പോൾ പ്ലാൻ പറയില്ല കേട്ടാ അല്ലേ. എന്നെ കൊണ്ടുപോകുമ്പോൾ ചിലരും പറയാം, മനസ്സിലെ അവിടെ പ്ലാൻ ഒന്നും പറയണ്ട, പ്രൊഡക്റ്റ് മാത്രം പറഞ്ഞാണ്. പ്ലാൻ പറഞ്ഞാൽ അവർ എടുക്കൂല കേട്ടാ. ഇത് MLM ആണ്, തട്ടിപ്പാണെന്നുകൊണ്ട് അവർ പ്രൊഡക്റ്റ് എടുക്കില്ല എന്ന് പറയും. പക്ഷെ ശ്രീകുമാർ സാർ പറയുന്ന കേട്ടോ, എവിടെ പോയാലും ഞാൻ പ്ലാൻ പറയുന്നതാണ്. പ്ലാൻ ചിലപ്പോൾ ആവശ്യമുള്ള ആളുകളുണ്ട്. കണ്ട പുറംപൊടിയൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. കാശിന് അത്യാവശ്യമുള്ളവരായിരിക്കും അവർ. ഒരാളുടെയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റ് വിശദീകരിച്ചു കൊടുക്കുക. ആദ്യം തന്നെ പ്ലാനിലേക്ക് പറയണ്ട. പ്രൊഡക്റ്റെല്ലാം വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം പറയാം.
സാർ ഇത് വാങ്ങി ഉപയോഗിച്ചോ, നല്ല റിസൾട്ടാണ്, ഇത്രയാണ് ഇതിന്റെ കോസ്റ്റ്. ഓക്കെ, അവർ ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം സാർ ഇത് ഉപയോഗിച്ച് എന്താ ചെയ്യുക സാറേ, ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ അടുത്തോട് പറയില്ലേ. അങ്ങനെയല്ലേ നമ്മൾക്ക് ഇവിടെ ഞങ്ങൾക്ക് 5-6 പേർക്ക് റിസൾട്ട് കിട്ടി. ഡാനി സാറ്, ഞാൻ, ആന്റണി ബോട്ടീസ്, ഉത്തമൻ സാറ്, അന്നുണ്ടായ 5-6 പേർ. ഞങ്ങൾ ആരും മുണ്ടിയില്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ഇങ്ങനെ പ്രചരിക്കും, കുറേ സമയം എടുക്കുമായിരുന്നു. വേറെ ഏതെങ്കിലും ടീമൊക്കെ വന്ന് ഇങ്ങനെ വരണം അല്ലേ. പ്രചരിക്കൂല എന്നും പറയുന്നില്ല, ഇത്രയും സ്പീഡിലൊന്നും പോകില്ലായിരുന്നു. അപ്പൊ അവർ എൻ്റെ ബന്ധുക്കളോട് പറയും, സുഹൃത്തുക്കളോട് പറയോ, അങ്ങനെയാണെങ്കിൽ സാറ് മുടക്കിയ കാശിൽ കൂടുതൽ ഇതിൽ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യണം. KYCക്ക് എന്തൊക്കെ വേണം? നിങ്ങളുടെ പാൻ കാർഡ് വേണം, നിങ്ങളുടെ ആധാർ വേണം, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വേണം. അയ്യോ, അതൊന്നും തരാൻ പറ്റൂല. അത് തരാൻ പറ്റൂല്ലെങ്കിൽ സാറിന് പ്രൊഡക്റ്റ് തരാം, ഒരു പ്രശ്നമില്ല. പ്രൊഡക്റ്റ് എടുത്തോ സാറ്, പ്രൊഡക്റ്റ് നാളെ തന്നെ കൊണ്ടുതരാം, പക്ഷെ 10 പൈസ കിട്ടത്തില്ല കേട്ടാ. നാളെ പിന്നെ എന്നോട് പറയരുത്. ആ തൃപ്പൂണിത്തുറ ഒരാളുണ്ടായിരുന്നു, ഒരു മനോജ് എന്ന് പറഞ്ഞിട്ട്, വേറും ദരിദ്രവാസിയായിരുന്നു, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളായിരുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്താ പിന്നെ എൻ്റെ ആധാറും പാനും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആധാറും പാനും കൊടുത്ത് മേടിച്ചു. ഇപ്പം അയാൾക്ക് 3 കോടി രൂപ കമ്പനി കൊടുത്തു. വേറും ഒരു പ്രൊഡക്റ്റ് മേടിച്ച പണി അയാൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ ആധാറും പാനും വീട്ടിൽ വെച്ചിട്ട് ഇല്ല കടത്തിന്റെ മുകളിൽ കടവുമായിട്ട് ഈ ആധാറും പേനുണ്ടായ കടം തീരുവോ? അല്ലേ? ആധാറും പേരും തരില്ല പറഞ്ഞില്ല, ഇല്ല ലോൺ മുഴുവൻ എടുത്ത് കടമായിട്ട് നിൽക്കുക, എന്നിട്ട് ആധാറും പേനായിരിക്കും കൊടുക്കൂല. ആ സമയത്തല്ലേ ആധാറും പേനും കൊടുത്താൽ ഇങ്ങനെ ഒരു അവസാനം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ 3 കോടി കിട്ടിയ ഈ പാനും ആധാരം കൊടുത്തിട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് തരും. അപ്പൊ നമ്മൾ പ്ലാൻ പറഞ്ഞു കൊടുക്കുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ആദ്യത്തെ പ്രാവശ്യം വലിയ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയണ്ട കേട്ടാ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ വാങ്ങിക്കുക. അപ്പൊ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ 2 ആൾക്ക് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 7,000 രൂപ കിട്ടും. 2 കൊടുത്ത് 7,000 രൂപ കിട്ടും. 7,000 7,500 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിക്കും. കാശ് എടുക്കുന്ന പറയാം. അപ്പൊ തന്നെ ഇയാൾക്ക് ഒന്നും കൂടെ ആവേശമാവും കാശ് തരാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? അല്ലെങ്കിൽ കാശ് തരാൻ ആവേശം കുറയും. പ്രൊഡക്റ്റിന്റെ കാശ് പോയില്ലേ, ഷുഗർ മാറുമോ, റിക്വസ്റ്റ് മാറുമോ എന്നുള്ള ചിന്തയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുക. ഇങ്ങനെ ഒരു ഇതും കൂടെ കൊടുത്തേമുണ്ടല്ലോ, വേഗം അങ്ങ് പ്രൊഡക്റ്റ് എടുക്കും, ആധാർ തരും, പാന് തരും, എല്ലാം തരും. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഞാനുണ്ടല്ലോ, കട്ടൊക്കെ സപ്പോർട്ട്, കുറെ ആൾ ഇനിയും വരാനുണ്ട് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസും കൂടെ കൊടുത്താൽ റെഡി ഓക്കെയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് പ്ലാൻ കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ചെയ്യുന്നു ഓപ്പർച്യൂണിറ്റി സെയിൽസ്. ആരാണോ ഓപ്പർച്യൂണിറ്റി വിൽക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്കാണ് വരുമാനം കൊടുക്കുന്നത്. ആരാണോ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം വരും, അത് കുറവായിരിക്കും. ഓപ്പർച്യൂണിറ്റി സെയിൽ ചെയ്യുന്നവരാണ് കൂടുതൽ ഇൻകം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇൻകം കുറവ് മതിയെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? പ്രൊഡക്റ്റിനോടൊപ്പം ഓപ്പർച്യൂണിറ്റിയും കൂടി സെയിൽ ചെയ്യണം. അപ്പൊ കൂടുതൽ വരുമാനത്തിന് എന്ത് വേണം? കൂടുതൽ വരുമാനത്തിന് സീ മോർ പീപ്പിൾ, കൂടുതൽ ആളുകളെ കാണണം. കുറച്ച് വരുമാനം മതിയെങ്കിൽ കുറച്ചാളെ കണ്ടാൽ മതി. കേട്ടില്ലേ? നിങ്ങൾക്ക് കൂടുതൽ വരുമാനം കിട്ടണമെങ്കിൽ കൂടുതൽ പ്ലാൻ നിങ്ങൾ ഷോ ചെയ്യണം. ഷോ മോർ പ്ലാൻസ്. പ്ലാൻ കൂടുതൽ ആളുകളെ കാണിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വരും. മനസ്സിലായി? നിങ്ങൾ കുറച്ച് വരുമാനം മതിയെങ്കിൽ കുറച്ച് ആളുകളെ പ്ലാൻ കാണിച്ചു കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ചോയ്സ് ഇസ് യുവേഴ്സ്. നിങ്ങളുടെയാണ് ചോയ്സ്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതാണ് ഇത്രയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ സുപ്രഭാതം വളരെ ധന്യമാക്കി തീർത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീകുമാർ സാറിനും കുടുംബത്തിനും ഒരിക്കൽ കൂടി വിജയാശംസകൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ മടിച്ചാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 40 ലക്ഷം രൂപയോളം അച്ചീവ് ചെയ്തുകൊണ്ട് ഒറ്റക്ക് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒറ്റക്ക് പ്രവർത്തിക്കാൻ തയ്യാറാകുക. പറ്റുന്ന ലീഡേഴ്സിൻ്റെ എല്ലാം ഹെൽപ്പ് നേടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് എൻ്റെ ബിസിനസ്സാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടും. ആ റിസൾട്ടുകൾക്ക് നമുക്ക് ആവേശം ഉണ്ടാക്കും. ആ റിസൾട്ടിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ട്സുകൾ ആളുകൾ വാങ്ങാനും അതിലൂടെ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് മാത്രമല്ല നമ്മളെ കൊണ്ടുവന്ന ആളുകളെ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന, അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ നല്ല കർമ്മം ചെയ്യുക. നല്ല കർമ്മം ചെയ്യുമ്പോൾ പുണ്യം കിട്ടും. പുണ്യം കിട്ടിയ മഹാഭാഗ്യം കിട്ടും. അത് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ദൈവാനുഗ്രഹമുള്ള ഒരു പ്രൊജക്റ്റും നമ്മളിലേക്ക് എത്തിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, സാഗർ സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനേക്കാൾ കൂടുതൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, കാരണം നിങ്ങളാണ് ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർമാർ, നിങ്ങളാണ് ഈ സുപ്രഭാതത്തെ ധന്യമാക്കുന്നവർ, നിങ്ങളാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടവർ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവും ഊർജ്ജവും ശക്തിയും മഹാമനസ്സും
ആരോഗ്യവും സമ്പത്തും എല്ലാം തന്നെ ഈശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. കൂടുതൽ ആളുകളെ കാണുക. സീമോർ പീപ്പിൾ മിനിമം ഒരു 5 പേരെങ്കിലും ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കണ്ടിരിക്കുമെന്ന ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. തീരുമാനം എടുത്താൽ പോരാ, അത് പ്രാവർത്തികമാക്കണം. വെറുതെ അവിടെ തീരുമാനം അടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഈസ്റ്ററായി അതായി ഇതായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ ചാക്കോ സാറെ, ഈസ്റ്ററും വരും, വിഷുവും വരും, ഓണവും വരും. നമ്മൾ പറയും അടുത്ത വിഷുവിന് ഞാൻ ഉഷാറാക്കും മക്കളെ, ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ഉള്ളൂ, അടുത്ത വിഷു വരട്ടെ നിങ്ങൾ കണ്ടോ എന്ന് പറയും. ഇല്ലേ, എല്ലാവരും പറയുന്നതാ. ഈ വർഷം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അടുത്ത ഈസ്റ്റർ വരട്ടെ നമുക്ക് ഉഷാറാക്കാന്ന് മക്കളോട് പറയും. ഇല്ലേ, അടുത്ത വർഷം ഇങ്ങനെ തന്നെ ശങ്കരൻ വീണ്ടും തെങ്ങൽ തന്നെ. അതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തണമെങ്കിൽ ഇറങ്ങണം, വെയിൽ കൊള്ളണം, മഴ കൊള്ളണം, ചൂട് കൊള്ളണം. അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കണം, ഒറ്റപ്പെടുത്തലുകൾ കേൾക്കണം, കളിയാക്കലുകൾ കേൾക്കണം. ഇതൊക്കെ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുമെങ്കിൽ നമ്പർ 1 ലീഡേഴ്സായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. തുടക്കമാണ്. ഇവിടെ ഭയങ്കര സാധ്യതയുണ്ട് ബയോട്ടോറിയത്തിന്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവേശത്തോടുകൂടി പോകാൻ ആർക്കൊക്കെ സാധിക്കുമോ അവർക്കെല്ലാം തന്നെ അച്ചീവേഴ്സായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ഒരു തടസ്സം ഇവിടെ ഇല്ല. ഒരാൾ വളരുമ്പോൾ അവരെ പിടിച്ചു കെട്ടുന്ന ഒരു സംഭവം നമ്മുടെ ബയോട്ടോറിയത്തിലില്ല. ആർക്ക് വേണമെങ്കിലും ടോപ്പ് ലെവലിലേക്ക് വരാമെന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും വരാം. ഇന്ന് ജോയിൻ ചെയ്ത ആൾക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് രക്ഷിതാരായാലും അതിൻ്റെ മുകളിലുള്ള ലീഡേഴ്സായാലും എത്രയോ ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങിച്ചിരുന്നു. അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറും എൻട്രി അടിച്ച് 500 രൂപ വരുമാനം വാങ്ങിച്ച് തുടങ്ങിയ ആളുകൾ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ സേവ്യർ സാറായാലും റാഫി സാറായാലും ഞാനായാലും അല്ലെങ്കിൽ RK ആയാലും JP ആയാലും LP ആയാലും ജയേന്ദ്ര സാറായാലും റിജി സാറായാലും എല്ലാവരും തന്നെ ഇത് കട്ടക്ക് നിന്ന് അടിച്ചുകൊണ്ട് ഏകദേശം 10-11 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഇതാരുടെയും കുത്തകയൊന്നുമല്ല, മനസ്സിലായ? ഇതാരുടെയും കുത്തകയൊന്നുമല്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. പോരാടാനുള്ള ആവേശം ഉണ്ടാകണം, വിജയിച്ചടങ്ങുന്നുള്ള വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്. എല്ലാ വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു.